നമസ്കാരം. നീലും ലിറ്റിൽ ഗോൾഡും ആ ഗുഹയുടെ മുഖം സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് നീൽ ഏകദേശം ഒരു 10 അടി മാറി മോർണിംഗ് ഒരുപാട് ട്രാൻസ്ഫോർമേഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മോർണിംഗിന്റെ ബോഡിക്കുള്ളിലേക്ക് ആ സോള് കടന്നു കഴിഞ്ഞു. അതിൻ്റെതായ ഒരു മാറ്റം ഇപ്പോൾ മോർണിംഗിൽ നമുക്ക് കാണാം. മോർണിംഗ് സുപ്രീം എംപർ ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. അതിവേഗതയിൽ അവളുടെ കൾട്ടിവേഷൻ വർദ്ധിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായും അവളുടെ ബോഡിയിൽ നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനും പറ്റും. ഏകദേശം ഒരു 15 മിനിറ്റ് ആയതും മോർണിംഗ് അവിടെ നിന്ന് എണീറ്റു. ടു മാസ്റ്റർ, എനിക്കൊരു 7 ദിവസം കൂടി വേണ്ടി വരും, എങ്കിലേ പൂർണ്ണമായും എനിക്ക് എല്ലാം പഠിക്കാനും എല്ലാം മനസ്സിലാക്കാനും പറ്റും. ഇപ്പൊ സംസാരിക്കുന്നത് ഏൻഷ്യന്റ് മോർണിംഗ് ആണോ അതോ ഒറിജിനൽ മോർണിംഗ് ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ലിങ്ഡൺ ഗ്രീയും അവിടെ നിൽക്കുന്ന ലിറ്റിൽ ഗോൾഡും നീലും ഒക്കെ. ആ മൂവർ സംഘം മോർണിംഗിനെ അങ്ങനെ നോക്കുമ്പോൾ മോർണിംഗ് പറഞ്ഞു, ഇപ്പോ എനിക്ക് ശക്തി കൂടിയിട്ടുണ്ട്. എന്റെ ശക്തി പൂർണ്ണമായും വർദ്ധിക്കാനായിട്ട് ഒരു 7 ദിവസത്തെ പ്രാക്ടീസ് അനിവാര്യമാണ്. അങ്ങനെ മോർണിംഗ് പറഞ്ഞ ആ നിമിഷത്തിൽ മോർണിംഗ് ആ ഗുഹയ്ക്ക് പുറത്തേക്ക് ഒന്ന് പാളി നോക്കിയിട്ട് നീലിനോട് പറഞ്ഞു, ടു മാസ്റ്റർ, ആരോ നമ്മളെ തിരക്കി എത്തുകയാണ്. ശരിക്കും വരുന്ന ആളുടെ ഓറ അതിശക്തമാണ്. എനിക്കൊരു 3 മിനിറ്റ് സമയം വേണം. അതിനിടയിൽ ഞാൻ ബലമായിട്ട് ഈ 2 ശക്തികളും ഒന്ന് ഒരുമിപ്പിക്കാൻ ശ്രമിക്കാം. അതിനിടയിൽ എനിക്ക് ഈ ശക്തികളെ ഒരുമിപ്പിക്കാൻ കഴിയും. ഓൾഡ് മോർണിംഗിന്റെ ശക്തിയെ ആ യങ്ങർ മോർണിംഗിന്റെ ശക്തിയുമായി കൂട്ടി യോജിപ്പിച്ചെടുക്കാൻ 7 ദിവസമാണ് യഥാർത്ഥത്തിൽ ഓൾഡ് മോർണിംഗ് നീലിനോട് ചോദിച്ചത്. പക്ഷെ ഇപ്പോ സാഹചര്യം അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പെട്ടെന്ന് ആ ശക്തി ലയിപ്പിച്ചെടുക്കാൻ മോർണിംഗിന് വേണ്ടത് വെറും 3 മിനിറ്റാണ്. മോർണിംഗ് അത് പറഞ്ഞതും നീലും അതുപോലെ ലിറ്റിൽ ഗോൾഡും ലിങ്ഡൺ ഗ്രീയും പുറത്ത് ശക്തമായൊരു പ്രസൻസ് മനസ്സിലാക്കിയാണ്. അവരുടെ ഗുഹ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ ആളുകൾ മോർണിംഗിനെ ഫോളോ ചെയ്ത് അവിടെ എത്തിയതാണോ? ആ ഒരു ചോദ്യം നീലിന്റെ മനസ്സിലുണ്ടോ? എന്തായാലും നീല് ആ ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വനത്തിനകത്തൂടി മരങ്ങൾക്ക് മുകളിലൂടെ ഒരു നിഴല് പാഞ്ഞു വരുന്നത് അവിടെ ശ്രദ്ധയപ്പെട്ടു. ശരിക്കും ഒരു കൂറ്റൻ നിഴലാണ് അങ്ങോട്ട് വരുന്നത്. ആ നിഴലിന്റെ വലിപ്പം അക്ഷരാർത്ഥത്തിൽ ആരെയും ഞെട്ടിക്കും. വലിയൊരു മരത്തേക്കാൾ വലിപ്പമുണ്ട് ആ നിഴലിന്. ആ നിഴല് എന്തിന്റെ ബാക്കി പത്രമാണെന്ന് ശരിക്കും നീലിന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നീലൊരു ശബ്ദം കേട്ടു. എന്ത് ധൈര്യമുണ്ടായിട്ടാ നിങ്ങൾ ഇവിടേക്ക് കടന്നത്? നല്ല മുഴക്കമുള്ള ശബ്ദം. സ്വാഭാവികമായിട്ടും ആ നിഴലുമായി കണക്ട് ചെയ്തുണ്ടായതാണെന്ന് വ്യക്തമാണ്. എന്താണ് ആ നിഴലെന്നോ ആ ശബ്ദം ആരുടേതാണെന്നോ വ്യക്തമാകുന്നതിന് മുമ്പ് ആ മരങ്ങൾക്കിടയിലൂടെ ഒരു രൂപം താഴേക്ക് പാഞ്ഞു വന്നു. ആ രൂപം ഇങ്ങനെ താഴേക്ക് പാഞ്ഞു വരുമ്പോൾ ശരിക്കും മരങ്ങളൊക്കെ ഒടിഞ്ഞ് ചിതറുകയാണ്. ആ ഒടിഞ്ഞു ചിതറിയ മരങ്ങൾക്കിടയിലൂടെ അവിടേക്ക് താണു വന്ന ആ രൂപത്തെ കണ്ട നീൽഗിരി ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ഗുഹയ്ക്കുള്ളിലെ ലിങ്ഡന്റെ വാ ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുകയാണ്. പുറത്ത് അയാൾ കാണുന്നത് ഒരു കൂറ്റൻ പാമ്പിനെയാണ്. സാധാരണ നമ്മുടെ സങ്കല്പങ്ങളിലൊന്നും ഒതുങ്ങുന്ന ശൈലിയിലുള്ള ഒരു പാമ്പേ അല്ല അവിടെ ആ ഗുഹയ്ക്ക് മുന്നിലായി ഇപ്പോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ പാമ്പിനെ കാണുന്നതിന് മുമ്പ് തന്നെ അവർ കേട്ടത് ആ പാമ്പ് സംസാരിക്കുന്നതാണ്. സംസാരിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു വൈൽഡ് ബീസ്റ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അതിന്റെ രൂപം പാമ്പിന്റെ ആണെന്ന് മാത്രം. നല്ല നീളമുള്ള ഒരു വാൽ അതിനുണ്ട്. ആ വാല് മുതൽ തലവരെയുള്ള ഭാഗത്ത് അതിന്റെ ബോഡിക്ക് ചുറ്റുമായി ഉരുക്കിനെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിൽ ശൽക്കങ്ങളുണ്ട്. ആ ശൽക്കങ്ങൾക്കിടയിൽ നിശ്ചിത ഇന്റർവെല്ലുകളിൽ പാറകൾ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ശരിക്കും ആ പാമ്പിന്റെ ബോഡിക്ക് ചുറ്റുമായി അനവധി പാറക്കഷ്ണങ്ങളുണ്ട്. ഒരുപാട് പാറക്കഷ്ണങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു കൂറ്റൻ ജീവി. പക്ഷെ അതിന്റെ രൂപം പാമ്പിന്റെ ആണെന്ന് മാത്രം. അതിന് പക്ഷേ 2 കണ്ണുകൾ വ്യക്തമായിട്ടുണ്ട്. മനുഷ്യർക്കുള്ളതുപോലെ വ്യക്തതയുള്ള 2 കണ്ണുകൾ. ആ കണ്ണുകൾ പോലെ തന്നെയാണ് അതിന്റെ വായു. ഒരു യഥാർത്ഥ മനുഷ്യന്റെ മുഖഭാവത്തെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിൽ മുഖമുള്ള എന്നാൽ പാമ്പിന്റെ രൂപമുള്ള ഒരു കൂറ്റൻ ജീവി അതാണ് അവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ ആ കൂറ്റൻ ജീവിയുടെ പുറം മുഴുവൻ പാറകളാണ്. ആ പാറകൾക്കിടയിലായി ശൽക്കങ്ങളുണ്ട്. ആ ശൽക്കങ്ങൾക്ക് ഉരുക്കിന്റെ ബലവുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ മൂവർ സംഘം മനസ്സിലാക്കി കഴിഞ്ഞു. ആ പാമ്പിനെ കാണാൻ കഴിയുന്നത് 2 ആളുകളെയാണ്. ആ പാമ്പ് ഗുഹയ്ക്ക് പുറത്ത് നിൽക്കുന്ന നീലിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് നീലിനോട് പറഞ്ഞു, ഇപ്പോ എന്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് മാപ്പ് പറഞ്ഞാൽ നിങ്ങളെ വേദനിപ്പിക്കാത്ത കൊല്ലാൻ ഞാൻ ശ്രമിക്കാം. ഒരു വലിയ ഔദാര്യം കൊടുക്കുന്ന ശൈലിയിൽ ആ പാമ്പ് അങ്ങനെ പറഞ്ഞതും നീല് ആ പാമ്പിനോട് ചോദിച്ചു, ഏയ് ആരാ നീ? നിനക്കെന്താ ഇവിടെ കാര്യം? അത് കേട്ടത് ആ പാമ്പ് ഒരു ചിരി. എന്റെ സ്ഥലത്ത് വന്നിട്ട് എനിക്കെന്താ കാര്യമൊന്നും. എന്തായാലും നീ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം. എന്റെ പേര് ഷീസൻ എന്നാണ്. ഞാനാണ് ഇവിടത്തെ രാജാവ്.
എന്റെ സാമ്രാജ്യത്തിനകത്തേക്കാണ് നീ കടന്നു കയറിയിരിക്കുന്നത്. അങ്ങനെ ആ പാമ്പ് പറയുമ്പോൾ ശരിക്കും ആ പാമ്പ് നീലിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. നീലിന്റെ വലതുഭാഗത്തായി ലിറ്റിൽ ഗോൾഡ് ഉണ്ട്. ലിറ്റിൽ ഗോൾഡ് ചെറിയൊരു പൂച്ചയാണല്ലോ, അതുകൊണ്ട് തന്നെ അതിനെ ശ്രദ്ധിക്കാൻ ആ പാമ്പിന് തീരെ താല്പര്യമില്ല എന്നർത്ഥം. പാമ്പ് അങ്ങനെ പറഞ്ഞതും നീല് ആ 9 നെഥർ സ്കൈ സ്പിയറുമായി ഒരൊറ്റ കുതിപ്പ്. അങ്ങനെ കുതിക്കുമ്പോ നീല് ലെനി ഗ്ലിൻസ്മാൻ നീലിനെ പഠിപ്പിച്ച ആ സ്പിയർ ടെക്നിക്കിലെ മൂന്നാമത്തെ ഐറ്റം അതിവേഗം അവിടെ ഉപയോഗിക്കുകയും ചെയ്തു. ഹെവൻലി സ്ലാഷ് തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് നീൽഗിരി ആകാശത്തേക്ക് കുതിച്ചുയർന്ന് ആ കുന്തം കൊണ്ട് ഒരൊറ്റ കുത്ത്. ആ കുന്തം ആ കൂറ്റൻ പാമ്പിന്റെ പുറത്തേക്ക് അങ്ങനെ ആഞ്ഞ് പതിക്കുമ്പോൾ ആ പാമ്പ് വളരെ കൂളായിട്ട് നീലിന്റെ ആ ആക്ടിവിറ്റി ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് കിടക്കുകയും നിൽക്കുകയും ചെയ്യുകയാണ്. അതെ, ആ പാമ്പിന്റെ വാൽഭാഗം തറയിലിങ്ങനെ കിടക്കുമ്പോൾ അതിന്റെ ബാക്കി ഭാഗം മാത്രം അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ഒരു മരത്തിന്റെ പകുതിയോളം പൊക്കത്തിലാണ് അത് ഉയർന്നു നിൽക്കുന്നത്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ആ പൊക്കം ഗുഹയുടെ പൊക്കവുമായി കണക്റ്റഡാണ്. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഗുഹയ്ക്കകത്തിരിക്കുന്ന മോർണിംഗിനെ അതിനെ കാണാൻ പറ്റും. കൂട്ടത്തിൽ ലിങ്ഡൺ ഗ്രീയും. ഗുഹയ്ക്കകത്തുള്ള മോർണിംഗിന് സംരക്ഷണം കൊടുത്തുകൊണ്ട് ലിങ്ഡൺ അകത്തുണ്ട്. പക്ഷെ അത് ഏതാണ്ടൊരു പുഞ്ചിരിയോടുകൂടി നീലിന്റെ ആക്ഷനെ നോക്കിക്കാണുകയാണെന്ന് അതിനെ ശ്രദ്ധിച്ചാൽ ആർക്ക് മനസ്സിലാവും. നീല് 9 നെഥർ സ്കൈ സ്പിയർ തേർഡ് സ്ലാഷ് ഹെവൻലി സ്ലാഷിലെ തേർഡ് സ്റ്റേജ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അതിശക്തമായ ആ കുന്തം ആ പാമ്പിന്റെ പുറത്തേക്ക് കുത്തി കയറ്റിയതും അതിന്റെ ശൽക്കത്തിന്റെ പുറത്ത് ആ കുന്തം പതിച്ചതും നീല് ആ ശബ്ദം കേൾക്കുകയാണ്. മെറ്റലുകൾ തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം. ഒരു വലിയ ഉരുക്ക് പ്രതലത്തിലേക്ക് ആ കുന്തം നീല് കുത്തിയിറക്കാൻ നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രതലം ആ കുന്തത്തിനെ റിജക്ട് ചെയ്യുന്ന ആ ഒരു ശൈലിയിൽ നീലിന്റെ ആ സ്പിയർ പെട്ടെന്ന് അങ്ങ് തെറിച്ചു. കൂട്ടത്തിൽ നീല തെറിച്ച് വീഴുമ്പോ സ്വാഭാവികമായിട്ടും നീല ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, എതിരാളി ശക്തനാണ്. നീലിന് ആ എതിരാളിയെ തടുത്ത് നിർത്തിയേ പറ്റൂ. മിനിമം 3 മിനിറ്റെങ്കിലും തടുത്ത് നിർത്തണം. അതറിയാവുന്ന നീൽഗിരി ആ പാമ്പ് വേറെന്തെങ്കിലും ആലോചിക്കും മുമ്പ് മുന്നോട്ട് കുതിക്കാൻ പോയതും ലിറ്റിൽ ഗോൾഡ് നീലിനോട് പറഞ്ഞു, തൽക്കാലം ഞാൻ ഇവനെ തടുക്കാം, പക്ഷെ ഞാൻ പറഞ്ഞ സമയത്ത് മാസ്റ്റർ ഇവനെ അറ്റാക്ക് ചെയ്തോളണം. ലിറ്റിൽ ഗോൾഡ് ഒരു ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു വൈൽഡ് ബീസ്റ്റിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ഒരു ജീവിയാണ്. അക്കാര്യം നീലിന് അറിയാം. ആ വൈൽഡ് ബീസ്റ്റിന് ഒരുമാതിരിപ്പെട്ട ബീസ്റ്റുകളൊക്കെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നീൽഗിരിക്ക് മാത്രം മനസ്സിലാകുന്ന ശൈലിയിൽ നീലിനോട് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തിയ ലിറ്റിൽ ഗോൾഡ് മുന്നോട്ട് കുതിച്ചെത്തിയത് ആ പാമ്പിന്റെ അടുത്തേക്കാണ്. ആ പാമ്പിനെ നോക്കിക്കൊണ്ട് ലിറ്റിൽ ഗോൾഡ് പാമ്പിനോട് പറഞ്ഞു, നീ വലിയ വാചകങ്ങളൊന്നും അടിക്കണ്ട, നിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഒരു കുഞ്ഞു പൂച്ച ആ പാമ്പിന്റെ തൊട്ടു മുന്നിൽ എത്തി ആ ഡയലോഗ് പറഞ്ഞപ്പോ ആ പാമ്പ് ശരിക്കും വളരെ അമ്പരന്നിരിക്കുകയാണ്. ആ കുഞ്ഞു പൂച്ചയ്ക്ക് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുമെന്ന് അത് തീരെ കരുതിയിരുന്നില്ല എന്ന് വ്യക്തം. മനുഷ്യർ സംസാരിക്കും പോലെ മൃഗങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ ഒരു നിശ്ചിത ലെവൽ കൾട്ടിവേഷൻ അവർക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടാകണം. അത് ഒരുപാട് കാലം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ലിറ്റിൽ ഗോൾഡ് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ലിറ്റിൽ ഗോൾഡ് ശരിക്കും ശക്തനാണ് എന്നതിന്റെ സൂചനയാണത്. അത് ആ പാമ്പിന്റെ മനസ്സിലേക്ക് പതിയുമ്പോഴേക്കും ലിറ്റിൽ ഗോൾഡ് ചാടി ഉയർന്നു കഴിഞ്ഞു. ചാടി ഉയർന്ന ലിറ്റിൽ ഗോൾഡ് നേരെ എത്തിയത് പാമ്പിന്റെ തലയിലാണ്. പാമ്പിന്റെ തലയ്ക്ക് മുകളിലെത്തിയ ലിറ്റിൽ ഗോൾഡ് ഉറക്കെ ആ പാമ്പിനോട് പറഞ്ഞു, ഏയ്, നിന്റെ ശക്തി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നിന്റെ ഈ കണ്ണുകൾ നിനക്ക് വേണ്ടി വരുമെന്ന് എനിക്കറിയാം. ഞാൻ ഈ കണ്ണങ്ങ് എടുക്കുകയാണ്. ആ ലിറ്റിൽ ഗോൾഡ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന്റെ ആ മൂർച്ചയുള്ള നഖങ്ങളുള്ള കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കൂറ്റൻ പാമ്പിന്റെ ഒരു കണ്ണിൽ 2 കൈ കൊണ്ട് ആഞ്ഞൊരൊറ്റയാടി. അങ്ങനെ അടിച്ച ആ നിമിഷത്തിൽ അത് ആ കണ്ണിനെ വലിച്ചു കീറുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായി തലയ്ക്ക് മുകളിലേക്ക് ചാടിക്കേറിയ ആ കുഞ്ഞു പൂച്ച തന്റെ കണ്ണിൽ ആ മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് ആഞ്ഞു വലിക്കുമ്പോൾ ആ പൂച്ചയെ തെറിപ്പിക്കാനായി പാമ്പ് ശരിക്കും ഒന്ന് കുടഞ്ഞു. അതോടൊപ്പം വാലുകൊണ്ട് ശക്തമായി ലിറ്റിൽ ഗോൾഡിനെ ആക്രമിക്കാൻ ശ്രമിച്ചതും ലിറ്റിൽ ഗോൾഡ് ഒന്ന് തിരിഞ്ഞു. ആ നിമിഷത്തിൽ ലിറ്റിൽ ഗോൾഡിന്റെ ആ ചുവന്ന കണ്ണിൽ നിന്ന് ഒരു പ്രകാശം ആ വാലിന് നേരെ പാഞ്ഞു വരികയാണ്. വാലിന് നേരെ പാഞ്ഞു വന്ന ചുവന്ന പ്രകാശം പെട്ടെന്ന് ആ വാലിന്റെ ആ മൂവ്മെന്റിനെ ഒന്ന് നിയന്ത്രിച്ചു. ഈ നിമിഷത്തിൽ ലിറ്റിൽ ഗോൾഡിന്റെ ശബ്ദം നീലി കേൾക്കുകയാണ്, മാസ്റ്റർ, ഇപ്പോഴാണ് ആക്രമിക്കാൻ പറ്റിയ സമയം, പെട്ടെന്ന് ആക്രമിക്കൂ. കേൾക്കേണ്ട താമസം നീൽഗിരി ആ കുന്തവുമായി ചാടി ഉയർന്ന് ആകാശത്തേക്ക് പൊങ്ങിയതിനു ശേഷം കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരൊറ്റ കുതിപ്പ്. നീൽഗിരി ആകാശത്ത് താഴേക്ക് അങ്ങനെ കുതിച്ചു പാഞ്ഞു വരുമ്പോൾ ഇവിടെ ആ തലയിൽ ഇരിക്കുന്ന ലിറ്റിൽ ഗോൾഡിനെ എങ്ങനെയും തെറിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ആ കൂറ്റൻ പാമ്പ്. അത് ആ ലിറ്റിൽ ഗോൾഡിനെ ഏതാണ്ട് തെറിപ്പിച്ചു എന്ന ആ ഘട്ടം എത്തുന്ന ആ നിമിഷത്തിൽ നീൽഗിരിയുടെ ആ 9 നെഥർ
സ്കൈ സ്പിയർ ആ പാമ്പിന്റെ നെറ്റിയിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. ശക്തമായ ഒരൊറ്റ കുത്ത്. നീല് രണ്ട് കൈ കൊണ്ടും ആ കുന്തത്തെ പിടിച്ച് അതിശക്തമായി ആ കുന്തത്തെ ആ പാമ്പിന്റെ നെറ്റിയിലേക്ക് കുത്തി ഇറക്കുകയാണ്. അതിശക്തമായ കുന്തം കൊണ്ട് കുത്തിയെങ്കിലും ആ കുന്തത്തിന് ആ പാമ്പിന്റെ നെറ്റിയിലേക്ക് അധികം അങ്ങോട്ട് കയറാൻ പറ്റില്ല. കുന്തവും നീലും കൂടി തെറിച്ചു. ഈ സമയത്ത് തന്നെ ലിറ്റിൽ ഗോൾഡും തെറിച്ചു. അവർ രണ്ടുപേരും തെറിച്ച് താഴെ വീഴുമ്പോൾ അവർ രണ്ടും തെറിച്ചെങ്കിലും നീല് ലിറ്റിൽ ഗോൾഡ് താഴെ വീഴുമ്പോൾ ലിറ്റിൽ ഗോൾഡിനെ പിടിക്കുകയും ചെയ്തു. ലിറ്റിൽ ഗോൾഡ് നീലിനോട് പറഞ്ഞു, മാസ്റ്റർ, അവൻ അതിശക്തനാണ്. നീലിനും അക്കാര്യം അറിയാം. അതിശക്തനായ ആ പാമ്പിനെ ഇനി എന്ത് ചെയ്യണമെന്ന് നീൽ ആലോചിക്കുമ്പോൾ ലിറ്റിൽ ഗോൾഡ് നീലിനോട് പറഞ്ഞു, മാസ്റ്റർ, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം മാസ്റ്റർ നോക്കിക്കൊള്ളണം. അങ്ങനെ പറഞ്ഞ് ലിറ്റിൽ ഗോൾഡ് ആ നിമിഷത്തിൽ ഉറക്കം ആരംഭിച്ചു. നീലിന്റെ ഷോൾഡറിൽ ഇരുന്ന് ആ കാര്യം പറഞ്ഞ് ലിറ്റിൽ ഗോൾഡ് അവിടെ ഇരുന്ന് തന്നെ അങ്ങ് ഉറങ്ങുകയും ചെയ്തു. ആവശ്യം വരുമ്പോൾ ഉപയോഗപ്പെടാത്ത ഒരു കഥാപാത്രമായി ലിറ്റിൽ ഗോൾഡ് മാറുകയാണ്. നീല അങ്ങനെയാണ് ആ നിമിഷം തോന്നിയത്. ലിറ്റിൽ ഗോൾഡ് ശരിക്കും ശക്തനാണ്. ആ ശക്തി നേരെ ചൊവ്വെ ഉപയോഗിച്ചാൽ ഒരു 3 മിനിറ്റ് നേരം ആ പാമ്പിനെ അവിടെ ശല്യം ചെയ്ത് നിർത്താൻ പറ്റും. അത് ചെയ്യാതെ ലിറ്റിൽ ഗോൾഡ് ഒരൊറ്റ ഉറക്കം. ലിറ്റിൽ ഗോൾഡിനെ ആ കൂറ്റൻ പാമ്പ് കുടഞ്ഞപ്പോൾ അത് ദൂരേക്ക് തെറിച്ചു വീണ ആ നിമിഷത്തിൽ അതിന്റെ എല്ലുകൾക്ക് ഒരു ഒടിവ് പറ്റിയോ എന്നൊരു സംശയം അതിന്റെ ഉറക്കം കണ്ടപ്പോൾ നീലിന് തോന്നി. അതോ ആ ലിറ്റിൽ ഗോൾഡ് മനഃപൂർവ്വം കണ്ണടച്ച് ഉറങ്ങുന്നതാണ്? ആ 2 ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായിട്ട് അന്വേഷിച്ചെടുക്കാനുള്ള സമയം ഇപ്പോൾ നീലിനില്ല. നീല് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ആ പാമ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് ഒരൊറ്റ കുതിപ്പ്. നീലിന്റെ ഇടത് കൈയിലുണ്ടായിരുന്ന ഡ്രാഗൺ സ്ലേയിങ് സോഡ്, അതാണ് ഇപ്പോ നീലിന്റെ പ്രധാന ആയുധം. ഇടത് കൈയിൽ ഡ്രാഗൺ സ്ലേയിങ് സോഡും വലത് കൈയിൽ ആ സ്പിയറുമായി നീല് മുകളിലേക്ക് കുതിക്കുകയാണ്. ഈ സമയത്ത് ആ പാമ്പിന്റെ ഒരു കണ്ണ് ശരിക്കും തകർന്നിരിക്കുകയാണ്. അത് ആ പാമ്പിനെ വലത് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് നീൽഗിരി ആകാശത്തേക്ക് പറന്നുയർന്ന് ആ ഡ്രാഗൺ സ്ലേയിങ് സോഡ് കൊണ്ട് ആ പാമ്പിനെ ആഞ്ഞു വെട്ടുന്നത്. അതേ സമയത്ത് നീലിന്റെ വലത് കൈയിലെ ആ സ്പിയറും അതിൻ്റെതായ രീതിയിൽ ആ പാമ്പിനെ ആക്രമിച്ചു തുടങ്ങി. ആ രണ്ടും ഒരേ സമയത്ത് സ്പിയറും വാളും ഒരുമിച്ച് ഉപയോഗിക്കുന്നുണ്ട്. നീലിന്റെ ആക്രമണത്തിന് ഒരു ശക്തി പോരാ എന്ന് ഒരു തോന്നൽ നീലിനുമുണ്ട്. നീല് ആ പാമ്പിനെ ആക്രമിക്കുന്ന സമയത്ത് പാമ്പ് നീലിനെ ആ വാല് കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് വല്ലാത്ത വേഗതയുണ്ട്. ആ വാലൊന്ന് ചുഴറ്റുമ്പോഴേക്കും ചുറ്റുവട്ടത്തുള്ള മരങ്ങളെല്ലാം പുഴുതു വീഴുകയും ചെയ്യാണ്. അതിശക്തമായി ആ മരങ്ങൾ വരെ പുഴുവാൻ കപ്പാസിറ്റിയുള്ള പാമ്പ് യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് നീലിനങ്ങ് വിഴുങ്ങാനാണ്. അതിന്റെ വായുടെ അടുത്തേക്ക് പെടാതെ നീല് ഒഴിഞ്ഞു മാറുമ്പോൾ നീലിന്റെ കയ്യിൽ നിന്ന് ആ ഡ്രാഗൺ സ്ലിംഗ് സോഡ് ശരിക്കും ബലമായി പിടിപിടിവിച്ചു. ആ ഡ്രാഗൺ സ്ലിംഗ് സോഡിൽ നീലിന്റെ ആത്മാവിന്റെ ഒരു ഭാഗമുണ്ട്. അതുകൊണ്ടാണ് നീലിന് ആ സോഡിനെ വിളിക്കുന്ന സമയത്ത് കയ്യിൽ എത്തിക്കാൻ പറ്റുന്നത്. ഇപ്പൊ പക്ഷെ നീലിന്റെ കയ്യിൽ നിന്ന് ബലമായി ആ സോഡ് വിട്ടുപോവുകയായിരുന്നു. നീല് നോക്കുമ്പോ ആ പാമ്പ് ചുറ്റും കറങ്ങിയതിന്റെ ഫലമായി അവിടെ ഇഷ്ടം പോലെ പൊടിപടലങ്ങൾ ഉയർന്നിട്ടുണ്ട്. അനവധി മരങ്ങളും പാറകളും ആ പാമ്പ് തകർത്തു കഴിഞ്ഞു. അതുണ്ടാക്കിയ പൊടിപടലം അവിടെ ഇങ്ങനെ മൂടി നിൽക്കുമ്പോൾ ആ പൊടി പടലത്തിനകത്തേക്കാണ് നീലിന്റെ ആ ഡ്രാഗൺ സ്ലേയിങ് സോഡ് കടന്നിരിക്കുന്നത്. നീൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ആ ഡ്രാഗൺ സ്ലേയിങ് സോഡ് തന്നെ വിട്ടു പോയി എന്നുള്ള കാര്യം അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. നീല് ആ പൊടി ഒന്ന് അടരുമ്പോൾ ആ കാഴ്ച കാണുകയാണ്. ആ ഡ്രാഗൺ സ്ലേയിങ് സോഡ് ആ പാമ്പിനെ തലങ്ങും വിലങ്ങും വെട്ടുകയാണ്. ഒരാളുടെയും നിയന്ത്രണമില്ലാതെ ആ വാള് സ്വയം ആക്രമിക്കുകയാണ്. ആ പാമ്പിനെ തലങ്ങും വിലങ്ങും വെട്ടുന്നുണ്ടെങ്കിലും ആ പാമ്പിന്റെ പുറത്തുള്ള ആ കല്ലുകൾ അതുപോലെ ആ ശൽക്കങ്ങൾ അത് രണ്ടും ആ പാമ്പിന് വല്ലാത്തൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. പക്ഷേ ആ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടെങ്കിലും ഡ്രാഗൺ സ്ലേയിങ് സോഡിന്റെ ശക്തമായ ആക്രമണം ആ പാമ്പിന് വല്ലാത്തൊരു അസ്വരസ്യം ഉണ്ടാക്കുകയാണ്. ആ അസ്വരസ്യം തുരുതുരാ ആ ഡ്രാഗൺ സ്ലേയിങ് സോഡ് നടത്തുന്ന ആ അറ്റാക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പല സ്ഥലത്തും വെട്ടുവീഴുകയാണ്. തലയിലും മുതുകിലും പുറകിലൊക്കെ വീഴുകയാണ്. ആ ഡ്രാഗൺ സ്ലേയിങ് സോഡിനെ അവസാനിപ്പിക്കാനായി ആ ഡ്രാഗൺ സ്ലേയിങ് സോഡ് ഒരു ശല്യമായി മാറിയതും അതിവേഗതയിൽ ആ പാമ്പ് ഒന്ന് തിരിഞ്ഞു. ആ ഡ്രാഗൺ സ്ലേയിങ് സോഡിനെ വെട്ടാനായി താഴേക്ക് പാഞ്ഞു വന്ന ആ സോഡിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ സോഡിനെ ആ പാമ്പ് അങ്ങ് വിഴുങ്ങുക എന്ന് ചെയ്തു. നീലിനെ സംബന്ധിച്ചിടത്തോളം ആ സോഡ് വല്ലാത്ത പ്രാധാന്യമുള്ള ഒന്നാണ്. റിവർ സിറ്റിയിൽ വെച്ച് വളരെ യാദൃശ്യവശാലാണ് നീലിന് ആ സോഡ് കിട്ടുന്നത്. അസാസിൻ ഓർഗനൈസേഷന്റെ ഭാഗമായിരുന്ന ഒരു ലേഡിയിൽ നിന്നാണ് നീലിന് ആ വാളിന്റെ ആദ്യ ഭാഗം ലഭിക്കുന്നത്. പിന്നീട് ആ വാള് പൂർത്തിയാക്കുന്നത് നീല് ഷൂ കുടുംബത്തിലെ ഷാനിബയുടെ അടുത്ത് വെച്ചാണ്. അതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ് നടന്നത്. ആ മുറിഞ്ഞ വാള് പൂർണ്ണമായ ഒരു വാളായി മാറുന്നത് റിവർ സിറ്റിയിൽ നിന്ന് നീല് ആ ജിയാങ്നൻ സിറ്റിയിൽ എത്തുമ്പോഴാണ്. അവിടെ വെച്ച് ഷൂ കുടുംബത്തിലെ യാനിമയുടെ ആ വസതിയിൽ വെച്ചാണ് നീല് ആ വാള് പൂർത്തീകരിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ക്യാപിറ്റൽ സിറ്റിയിലേക്കും കുലൻ മലനിരകളിലേക്കും നീലിനൊപ്പം യാത്ര ചെയ്തത് ആ വാളാണ്.
ആ വാള് നീലിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതേ വാളാണ് ഇപ്പൊ ആ പാമ്പ് വിഴുങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നീലിന് അങ്ങനെ വിസ്മരിക്കാൻ കഴിയുന്ന ഒന്നല്ല ആ വാള്. ആ വാള് ആ പാമ്പിന്റെ വായിന്ന് എങ്ങനെ എടുക്കുമെന്ന് നീൽ ആലോചിക്കുമ്പോൾ ആ പാമ്പ് നീലിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നീലിനോട് പറഞ്ഞു, യങ് മാൻ, നിന്റെ ശക്തി ആ വാളാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ വാള് അവസാനിച്ചു. ഇനി അതിനെ നിനക്ക് കിട്ടത്തില്ല. ഇനി നീ എന്ത് ചെയ്യും? അങ്ങനെ ആ പാമ്പ് ചോദിച്ചതും അതിനൊരു സംശയം. അത് അമ്പരപ്പോടെ തല ഒന്ന് ഉയർത്തിയപ്പോ അതിന്റെ കഴുത്തിൽ രക്തം പൊടിഞ്ഞതുപോലെ ഒരു തോന്നൽ അതിനുണ്ടാവുന്നതും ആ രക്തം പൊടിച്ച സ്ഥലത്തൂടെ ആ ഡ്രാഗൺ സ്ലിങ്സോട് ഒരൊറ്റ കുതിപ്പ്. അതിന്റെ കഴുത്തിൽ മുറിവുണ്ടാക്കിക്കൊണ്ട് ആ ഡ്രാഗൺ സ്ലിങ്സോട് അതിന്റെ ബോഡിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞെത്തിയിരിക്കുകയാണ്. തന്റെ കഴുത്തിൽ മുറിവുണ്ടാക്കിക്കൊണ്ട് പുറത്തേക്ക് പാഞ്ഞ ആ സോഡിനോട് വല്ലാത്തൊരു ദേഷ്യം സ്വാഭാവികമായിട്ടും ആ പാമ്പിനുണ്ടാവുകയാണ്. ആ പാമ്പിനും സ്പിരിച്വൽ സെൻസ് ഉണ്ട്, ആ സോഡിനും സ്പിരിച്വൽ സെൻസ് ഉണ്ട്. സ്പിരിച്വൽ സെൻസ് ഉള്ളത് കൊണ്ടാണ് ആ സോഡിന് ഒറ്റയ്ക്ക് അറ്റാക്ക് നടത്താൻ പറ്റുന്നത്. പക്ഷെ ആ സോഡിന്റെ സ്പിരിച്വൽ സെൻസ് പൂർണ്ണമായും നീലുമായി കണക്റ്റഡ് ആണ്. നീലിന്റെ ശക്തി വർദ്ധിച്ചാൽ മാത്രമേ ആ സോഡിന്റെ ശക്തി വർദ്ധിക്കത്തുള്ളൂ. ആ സോഡ് ആ പാമ്പിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് ചാടി ഇറങ്ങി കഴിഞ്ഞതും ആ പാമ്പ് ആ സോഡിനെ ലക്ഷ്യമാക്കി ഒന്ന് കുതിക്കുമ്പോഴാണ് ഗുഹയ്ക്കുള്ളിൽ നിന്ന് സാക്ഷാൽ മോർണിംഗ് പുറത്തേക്ക് കുതിക്കുന്നത്. മോർണിംഗ് നീലിനോട് ആവശ്യപ്പെട്ട ആ 3 മിനിറ്റ് സമയം പൂർത്തീകരിക്കപ്പെട്ടതും നീലിനെ അമ്പരപ്പിച്ചുകൊണ്ട് മോർണിംഗ് പുറത്തേക്ക് കുതിച്ചെത്തുകയാണ്. പുറത്തേക്ക് കുതിച്ചെത്തിയ മോർണിംഗ് പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് അങ്ങ് ഉയർന്നു. അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന ആ വ്യക്തിയുടെ ഓറ അതിശക്തമാണെന്ന് മനസ്സിലാക്കാൻ ആ പാമ്പിന് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ ആ പാമ്പ് ഒരു നിമിഷം അവിടെ ആ വായുവിലങ്ങ് സ്റ്റക്കായി. ഈ സമയത്ത് മോർണിംഗ് ഒന്ന് കൈ അനക്കിയതും ആ അന്തരീക്ഷത്തിലുള്ള ഈർപ്പൊക്കെ പെട്ടെന്നാണ് വെള്ളത്തുള്ളികളായി മാറുന്നതും ആ വെള്ളത്തുള്ളികൾ ഐസായി മാറുന്നതും അതിവേഗം ആ ചുറ്റുപാട് മുഴുവൻ തണുത്തുറയുകയാണ്. ആ ഐസായി മാറിയ ആ വെള്ളത്തുള്ളികൾ മോർണിംഗിന്റെ കൈ അനക്കത്തിന്റെ ഭാഗമായി ഒരു കൂറ്റൻ വാളായി മാറി. ഐസ് കൊണ്ടുള്ള ആ സോഡുണ്ടായതും മോർണിംഗ് ആ സോഡുമായി ആ പാമ്പിന് നേരെ കുതിച്ചു. ആകാശത്ത് നിന്ന് താഴേക്ക് പാഞ്ഞു വന്ന മോർണിംഗിന്റെ ശക്തമായ ആ ഒരു സ്ലാഷ് ആ പാമ്പിന്റെ ബോഡിയിൽ ഒരു ആഴത്തുള്ള മുറിവുണ്ടാക്കിയാണ്. നേരത്തെ നീലിന്റെ ആ ഡ്രാഗൺ സ്ലിംഗ് സോഡിനോ നീലിന്റെ ആ 9 നെഥർ സ്കൈ സ്പിയറിനോ പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാതിരുന്ന ആ പാമ്പിന്റെ ബോഡിയിലാണ് മോർണിംഗ് ഒരു മുറിവുണ്ടാക്കിയത്. നല്ല ആഴത്തുള്ള മുറിവ്. അത് സ്വാഭാവികമായിട്ടും ആ പാമ്പിനെ ഒന്ന് ഭയപ്പെടുത്തുകയും ചെയ്തു. ശരിക്കും ശക്തയായ ഒരു എതിരാളി തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ചുവന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന മോർണിംഗിന്റെ ആ ഐസ് ഉണ്ടാക്കാനുള്ള അസാധാരണമായ ആ ശേഷി ആ പാമ്പ് ശ്രദ്ധിച്ചു എന്ന് വ്യക്തം. ആ പാമ്പ് മോർണിംഗിനെയും നീൽഗിരിയും അന്തരീക്ഷത്തിലെ വാളിനെയും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ആ പാമ്പ് ഒന്ന് പുറകോട്ട് മാറി വീണ്ടും ഒരൊറ്റ കുതിപ്പ്. മോർണിംഗിനെ വിഴുങ്ങാനുള്ള ദേഷ്യത്തോടെയാണ് അത് മുന്നോട്ട് കുതിച്ചത്. അതിശക്തിയായ ആ യോദ്ധാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചെറുപ്പക്കാരനും ആ വാളും തനിക്കൊരു വിഷയമല്ല എന്ന യാഥാർത്ഥ്യം ആ പാമ്പ് മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ട് മുന്നോട്ട് കുതിച്ചതാണ്. അത് മുന്നോട്ട് കുതിച്ചതും മോർണിംഗ് അതിവേഗതയിൽ മുകളിലേക്ക് ഉയർന്ന് വീണ്ടും ശക്തമായ ഒരു ആക്രമണം ആ പാമ്പിന്റെ മുകളിൽ നടത്തി. ഐസ് കൊണ്ടുള്ള ആ വാള് ഏതും ഖണ്ഡിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വാളാണ്. നല്ല പാറ കൊണ്ടുള്ള തോലുള്ള ആ പാമ്പിന് അതിൻ്റെതായ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പ്രൊട്ടക്ഷനും മറികടന്നുകൊണ്ട് വേണം മോർണിംഗിന് അതിന്റെ ബോഡിയിൽ ക്ഷതമേൽപ്പിക്കാൻ. മോർണിംഗിന് അതിശക്തമായ രണ്ടാമത്തെ സ്ലാഷും ആ പാമ്പിന്റെ പുറത്തു കൊണ്ടു. തുടർന്ന് പാമ്പും മോർണിംഗും തമ്മിൽ സമാനതയില്ലാത്ത ഒരു ഫൈറ്റാണ് നടക്കുന്നത്. പാമ്പ് എല്ലാ വിധത്തിലും കറങ്ങി അടിക്കുകയാണ്. അതിന്റെ വാലുകൊണ്ട് മോർണിംഗിനെ ആക്രമിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ മോർണിംഗ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്തിടയിൽ ആ പാമ്പ് അലസമായി നിന്ന ഡ്രാഗൺ സ്ലേയിങ് സോഡിനെ ഒറ്റ ചാട്ടത്തിന് അങ്ങ് വിഴുങ്ങി. അത് വാള് വിഴുങ്ങുന്നത് സ്വാഭാവികമായും നീല് കണ്ടു. എന്റെ വാൾ എന്ന് പറഞ്ഞുകൊണ്ട് നീല് മുന്നോട്ട് കുതിക്കുമ്പോഴേക്കും ആ പാമ്പ് ആ വാളുമായി നേരെ താഴേക്കൊരൊറ്റ കുതിപ്പാണ്. അത് താഴേക്ക് അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ നീൽഗിരി അതിന്റെ തൊട്ടു പുറകെ വെച്ച് പിടിച്ചു. ആകാശത്തായിരുന്ന മോർണിംഗ് ആ കാഴ്ച കണ്ട് താഴേക്ക് പാഞ്ഞു വരുമ്പോൾ ആ പാമ്പും നീലും ഒരുമിച്ച് മുന്നോട്ട് കുതിക്കുന്നതാണ് മോർണിംഗ് കണ്ടത്. ആ പാമ്പ് മുന്നോട്ട് കുതിക്കുമ്പോൾ അതിന്റെ ബോഡി പെട്ടെന്ന് അങ്ങ് ചെറുതായി. അമ്പരിപ്പിക്കുന്ന വേഗതയിൽ ബോഡി വലുതാക്കാനും ചെറുതാക്കാനും കപ്പാസിറ്റി ഉള്ള ആ പാമ്പ് അതിവേഗം പാഞ്ഞു ചെന്നത് താഴെ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു മാളത്തിലേക്കാണ്. അത് ആ മാളത്തിനടുത്തേക്ക് പാഞ്ഞു ചെന്നതും അവിടെ വലിയൊരു കുഴിയങ്ങ് രൂപപ്പെടുകയാണ്. ആ കുഴിയിലേക്ക് അത് കൂപ്പ് കുത്തിയതും നീല് ചാടി വീണ് ആ പാമ്പിന്റെ വാലിലൊരൊറ്റപ്പെടുത്തും. ആ പാമ്പിനെ അവിടെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ തന്റെ വാള് എന്നേക്കുമായി നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് കുതിച്ച നീല് ആ വാലിൽ കയറി പിടിച്ചത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് മോർണിംഗ് താഴേക്ക് പാഞ്ഞു വരുമ്പോഴേക്കും ആ കുഴിയിലൂടെ നീൽഗിരിയും വലിച്ചുകൊണ്ട് ആ പാമ്പ് താഴേക്ക് ഒരു ഒറ്റ പാച്ച്. മോർണിംഗ് താഴെ എത്തുമ്പോൾ മോർണിംഗ് കാണുന്നത് ശരിക്കും
താഴ്ചയുള്ള ഒരു ഗർത്തമാണ്. താഴേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. അത്രയേറെ ഇരുട്ട് ആ കുഴിക്കകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അതിവിശാലമായ ഒരു ഗർത്തത്തിലേക്കാണ് നീൽഗിരി ആ പാമ്പിനൊപ്പം വീണിരിക്കുന്നത്. താൻ കൂടെ ചാടിയാലോ എന്ന് മോർണിംഗിന് ഒരു നിമിഷം തോന്നിയെങ്കിലും അടുത്ത നിമിഷം മോർണിംഗ് അവിടെ നിന്നു. അകത്തുള്ള ലിങ്ഡനെ രക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ തോന്നിയതുകൊണ്ടാണ് മോർണിംഗ് അവിടെ നിന്നത്. ഈ സമയത്ത് നീൽഗിരി താഴേക്ക് വീണുകൊണ്ടേയിരിക്കുകയാണ്. നീല് ആ പാമ്പിന്റെ വാല് പിടിച്ചതെങ്കിലും അല്പസമയം കഴിഞ്ഞപ്പോൾ നീല് മാത്രമാണ് താഴേക്ക് വീഴുന്നത്. പാമ്പിന്റെ പൊടി പോലുമില്ല. പൂർണ്ണ ഇരുട്ടിലൂടെ നീല് അങ്ങനെ താഴ്ന്നു പൊക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ താഴേക്ക് പാഞ്ഞു പോയ നീല് എവിടെയോ ചെന്ന് വീണു. ഭാഗ്യത്തിന് കുറെ ചെടികളുടെ ഇടയിലാണ് നീല് വീണത്. അവിടെ വീണ നീല് ശരിക്കും പാടുപെട്ട് എണീക്കുമ്പോൾ ഒരു കാര്യം നീലിന് മനസ്സിലായി. വലിയ പരിക്കൊന്നും ഏറ്റിട്ടില്ല. ബോഡി ബിൽഡിംഗ് നടത്തുന്നതിന്റെ ഒരു മെച്ചം നീലിന് അങ്ങനെ അനുഭവപ്പെട്ടു എന്ന് പറയാം. സാധാരണഗതിയിൽ ഒരാള് അത്രയും പൊക്കത്തിൽ താഴേക്ക് വീണാൽ അവസാനിക്കേണ്ടതാണ്. ആ ബ്ലഡ് സ്പിരിറ്റ് മിസ്സിംഗ് വേൾഡിനകത്ത് ഇത്ര അഗാധതയിൽ ഒരു സ്ഥലം ഉണ്ടാകുമെന്ന് നീല് തീരെ കരുതിരുന്നില്ല എന്ന് ചുറ്റും നോക്കുന്ന നീലിനെ കാണുന്ന ആർക്കും മനസ്സിലാവും. അങ്ങനെ നോക്കി നീല് നോക്കുന്നത് ശരിക്കും ആ പാമ്പിനെയാണ്. പാമ്പിന്റെ പൊടി പോലുമില്ല അവിടെ. തന്റെ വാളുമായി ആ പാമ്പ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിശക്തനായ ആ പാമ്പിനെ നീല് ഫോളോ ചെയ്തതിന് ഒരു കാരണമുണ്ട്. മോർണിംഗിന്റെ അറ്റാക്ക് ആ പാമ്പിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ആ പരിക്കേറ്റിരിക്കുന്ന അവസ്ഥയിൽ നീലിന് ആ പാമ്പിനെ നേരിടാൻ പറ്റും. ആ പാമ്പിനെ നേരിട്ട് ആ വാള് തിരിച്ചു പിടിക്കണം. നീലും ആ വാളും തമ്മിൽ വേർപിരിക്കാനാവാത്ത വിധം ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നീല് ആ വാളിന് വേണ്ടി ആ കുഴിയിലേക്ക് ആ പാമ്പിനൊപ്പം ചാടിയത്. ശരിക്കും ആ പാമ്പിന്റെ വാൽ പിടിക്കുന്ന സമയത്ത് താൻ കുഴിയിലേക്ക് വീഴാൻ പോവുകയാണെന്നുള്ള കാര്യം നീലിന് അറിവുണ്ടായിരുന്നതുമല്ല. എന്തായാലും കുഴി വീണു. ഇനി എന്താണ് വേണ്ടത്? അങ്ങനെ നീൽ ആലോചിക്കുമ്പോഴാണ് തൊട്ടു മുന്നിലെ ഒരു കാഴ്ചയിൽ നീലിന്റെ കണ്ണുകൾ ഉടക്കുന്നത്. ശരിക്കും നീൽ ഇങ്ങനെ ചുറ്റും നോക്കുന്നതിനിടയിൽ ആദ്യം ആ ഭാഗത്തേക്ക് നോക്കിയിരുന്നില്ല. ഇപ്പോ നീൽ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നീലിന്റെ മുഖത്ത് വല്ലാത്തൊരു അതിശയം കലർന്ന ഭാവം കടന്നു വരികയാണ്. അവിടെ നീല് കാണുന്നത് അതിമനോഹരമായ ഒരു മെഡിസിനൽ ഹെർബ് തോട്ടമാണ്. ഏകദേശം ഒരു 1.5 ഏക്കർ വലിപ്പത്തിൽ ഔഷധ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഒരു കാടിനകത്ത് ഔഷധ ചെടികൾ പൊടിച്ചു വരുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം. ഇതല്ല, ഇത് പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. കൃത്യ അളവിൽ ആ ചെടികൾ പ്ലാന്റ് ചെയ്തിരിക്കുന്ന കണ്ട നീലിന് വല്ലാത്തൊരു സംശയം. ഇത് ആ ഹാൻ കുടുംബത്തിന്റെ ആ പഴയ പൗരാണിക വീരൻ ഹാൻ ജോബ്സിന്റെ പണിയാണോ? ഹാൻ ജോബ്സ് ഈ മിസ്റ്റിക് വേൾഡിനകത്താണ് ഉള്ളതെന്ന് നേരത്തെ മോ കുടുംബത്തിലെ മോ വിഹാൻ നീലോട് പറഞ്ഞിട്ടുണ്ട്. ആ കക്ഷിയാണോ ഈ കൃഷി നടത്തിയിരിക്കുന്നത്? അതല്ലെങ്കിൽ പിന്നെ ഒരു സാധ്യതയുള്ളൂ. ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ ആളുകളുടെ കൃഷിയായിരിക്കണം. അവര് 6 പേർ ഈ സ്ഥലത്തുണ്ട്. അതിൽ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. മോർണിംഗ് ഒരാളെ അവസാനിപ്പിച്ചു. ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിന്റെ ആളുകൾ കൃഷി ചെയ്യുന്നതാണെങ്കിൽ അപകടം ഉറപ്പാണ്. പക്ഷേ 2 പേരോടും നീലിന് ഒരുപോലെ ദേഷ്യമുള്ളതുകൊണ്ട് നീല് കിട്ടിയ അവസരം വിനിയോഗിക്കാമെന്ന് തീരുമാനിച്ചു. ഏകദേശം 1.5 ഏക്കറിൽ പരന്നു കിടക്കുന്ന ആ ഔഷധ സസ്യങ്ങൾ ഒട്ടുമുക്കാലും നീലിന് ആവശ്യമുള്ളതാണ്. വളരെയേറെ വാല്യൂ ഉള്ള ഒരുപാട് ഔഷധ സസ്യങ്ങളാണ് അങ്ങനെ നിൽക്കുന്നത്. നീല് ആ തോട്ടത്തിലോട്ട് കയറി നീല് ആവശ്യമുള്ള ചെടികളൊക്കെ പറിച്ചെടുത്തു തുടങ്ങി. ശരിക്കും ഒരു കരിമ്പൻ തോട്ടത്തിലേക്ക് ആന കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അതുപോലെ നീല് തോട്ടത്തിന്റെ ഒരു വശത്ത് നിന്ന് തുടങ്ങിയാണ്. ഇത്രയും ശേഖരമൊന്നും നീല് ഇതിനു മുമ്പേ ഒരിടത്ത് നിൽക്കുന്ന കണ്ടിട്ടില്ല. നീല് ആ ചെടികളൊക്കെ ഒടിച്ചെടുത്ത് നീലിന്റെ നിലവറയിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. സംസാര ഗ്രേവിയാർഡിനകത്തേക്ക് നീല് ആ മരുന്നുകൾ നിറച്ച് വരുമ്പോൾ നീലൊരു ശബ്ദം കേട്ടു. ഏയ്, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ശബ്ദം നീലും കേട്ടു. ആ ശബ്ദം കേട്ടതും നീൽ അറിയാതെ തിരിഞ്ഞു പോവുകയാണ്. അവിടെ ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. ഏകദേശം ഒരു 18-19 വയസ്സ് പ്രായമുള്ള സുന്ദരിയായ ഒരു യുവതിയാണ് അവിടെ നിൽക്കുന്നത്. അവളെ യുവതി എന്ന് വിളിക്കാൻ കഴിയില്ല. കൗമാരത്തിൽ നിന്ന് ജസ്റ്റ് യുവത്വത്തിലേക്ക് കടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആരും നോക്കി നിന്ന് പോകുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളെ കൗതുകത്തോടെ നീല് നോക്കുമ്പോൾ അവൾ ദേഷ്യത്തോടെ നീലോട് പറയാണ്, ഏയ് യങ് മാൻ, നിങ്ങൾ എന്തായി കാണിച്ചത്? ഞാൻ എന്ത് പാടുപെട്ടാണ് ഇതിവിടെ നട്ടുവളർത്തിയെന്ന് അറിയാവോ? എന്നോട് ചോദിക്കാതെ എന്റെ ഔഷധത്തോടത്തിൽ കയറി എന്റെ ചെടികൾ മുറിച്ചെടുക്കുകയോ? എന്താ നിങ്ങൾ ചെയ്തത്? ആ പെൺകുട്ടി അത് പറഞ്ഞപ്പോഴാണ് നീലിന് കാര്യം മനസ്സിലായത്. ഇത് ഹാൻ കുടുംബത്തിന്റെ ആ ജോബ്സിൻ്റെതുമല്ല, ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ഈ പെൺകുട്ടിയുടെ തോട്ടമാണ്. ഈ പെൺകുട്ടിക്ക് ഇനി ഈ ഹാൻ കുടുംബത്തിലെ ജോബ്സുമായിട്ടോ അല്ലെങ്കിൽ ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനുമായിട്ടോ ബന്ധമുണ്ടോ? അങ്ങനെ തോന്നിയതും നീല് അവളോട് ചോദിച്ചു, ഏയ് കുട്ടി, എന്റെ പേര് നീൽഗിരി എന്നാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇത് ഹാൻ കുടുംബത്തിലെ ജോബ്സിന്റെ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഈ ചെടികൾ പറിച്ചത്. ഇത് ഹാൻ ജോബ്സിന്റെ ഒന്നുമല്ല,
ഇത് ഞങ്ങളുടേതാണ്. ഞങ്ങളുടേത് പറയുമ്പോൾ ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻഡ് ആണോ? ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻ എന്ന് നീല് പറഞ്ഞതും ആ കുട്ടിയുടെ മുഖം അങ്ങ് മങ്ങി. അത് ഒരു നിമിഷത്തേക്കാണ്. അടുത്ത നിമിഷത്തിൽ അവൾ ദേഷ്യത്തോടെ ഒരു വാള് വലിച്ചെടുത്തു. ആ വാള് നീൽ നേരെ ചൂണ്ടിക്കൊണ്ട് അവള് നീലിനോട് ആക്രോശിക്കുകയാണ്. ഈ നിമിഷം നീ ഇവിടുന്ന് പോണം. അങ്ങനെ അവൾ പറയുമ്പോഴേക്കും നീല് ആ വാളിലങ്ങ് പിടിച്ചു. ആ വാള് നീലിന് നേരെ ചൂണ്ടിയിട്ട് അവൾ നീലിനോട് പറഞ്ഞു, ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ഒരാളെയും ഞാൻ ഇവിടേക്ക് അടുപ്പിക്കത്തില്ല. അവരെ കുറിച്ച് കേട്ടാൽ ആ നിമിഷം സ്ഥലമിടണമെന്നാണ് മാസ്റ്ററിനോട് പറഞ്ഞിരിക്കുന്നത്. നീ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി നിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ അവൾ പറഞ്ഞതും നീല് ആ വാളിലങ്ങ് പിടിച്ചു. ആ വാളെ പിടിച്ചുകൊണ്ട് നീല് അവളോട് പറഞ്ഞു, ഹേയ് നോക്ക്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പേര് നീൽഗിരി എന്നാണ്. എനിക്ക് ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാനുമായി ഒരു ബന്ധവുമില്ല. ഞാൻ തികച്ചും യാദൃശ്യവശാൽ ഇവിടെ വീണുപോയതാണ്. ഞാൻ തികച്ചും യാദൃശ്യമായി ഇവിടെ എത്തിയതാണ്. എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അത് കേട്ടതും ആ പെൺകുട്ടി ഒരു നിമിഷം നീലിനെ ഒന്ന് നോക്കിയിട്ട് നീലിനോട് പറഞ്ഞു, പുറത്തേക്ക് പോകാനോ? എൻ്റെ ഔഷധ സസ്യം മുഴുവൻ കട്ടെടുത്ത് നിന്നെ അങ്ങനെ അങ്ങ് പുറത്തേക്ക് ഇടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവൾ പറഞ്ഞതും നീല് ആ വാള് വിട്ടിട്ട് അവളോട് പറഞ്ഞു, നോക്ക്, ഞാൻ നിങ്ങളുടെ ചെടികളാണെന്ന് അറിയാതെയാണ് അത് ഒടിച്ചെടുത്തത്. അതിന് മറുപടിയായി ആ പെൺകുട്ടി പറഞ്ഞു, അത് സാരമില്ല, നിങ്ങൾ ഒടിച്ചെടുത്ത് മുഴുവൻ എനിക്ക് തിരിച്ചു. നീലിന്റെ കയ്യിൽ ഒരു നിലവറ ഉണ്ടാകുമെന്ന് ആ പെൺകുട്ടിക്ക് അറിയാം. ആ രഹസ്യ നിലവറയിലേക്ക് നീല് ആ ഒടിച്ചെടുത്ത ചെടികളൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് അത് തിരിച്ചെടുത്ത് അവൾക്ക് കൊടുക്കണം. അതാണ് അവളുടെ ആവശ്യം. നീല് ആ ഔഷധ സസ്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് സംസാര ഗ്രേവി യാർഡിനകത്താണ്. സംസാര ഗ്രേവി യാർഡിനകത്ത് ചെടികൾ വെച്ചാൽ അതിന് ഒന്നും സംഭവിക്കത്തില്ല. അതിനകത്ത് സിറ്റുവേഷൻ അതാണ്. നീല അത് പുറത്തെടുത്താൽ അത് പാഴിപ്പോവും. നീല അങ്ങനെ ആലോചിക്കുമ്പോൾ അവള് നീലോട് പറഞ്ഞു, ഞാൻ എത്ര പാടുപെട്ട് കൃഷി ചെയ്തെന്ന് അറിയാവോ ഇത്? എനിക്ക് ഇതുപയോഗിച്ചാണ് ആഹാരം ഉണ്ടാക്കേണ്ടത്. അവളുടെ ആ ഡയലോഗ് കേട്ട് നീല് അമ്പരപ്പെടാ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. വളരെ വളരെ വിലപിടിപ്പുള്ള ചെടികളാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ ആ പെൺകുട്ടി പറയുന്നത് ആ ചെടികൾ ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പോവുകയാണെന്നാണ്. പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ആഹാരത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നത് പോലെ അവള് കൃഷി ചെയ്തിരിക്കുകയാണ്. അവൾ പറഞ്ഞ ഡയലോഗ് കേട്ടതും നീല അവളോട് പറഞ്ഞു, നോക്ക്, ഇനി ഞാൻ ഈ ചെടികൾ പുറത്തെടുത്താൽ അതിൻ്റെ ഗുണമേന്മ പോകും. നിങ്ങൾക്കും അത് ഉപയോഗപ്പെടത്തില്ല, എനിക്കും അത് ഉപയോഗപ്പെടില്ല. ഞാൻ അതിന് പകരം ഒരു കോമ്പൻസേഷൻ നൽകാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നീലിൻ്റെ നിലവറയിൽ നിന്ന് ഒരു സാധനം പുറത്തേക്കെടുത്തു. അതൊരു ബോട്ടിലാണ്. ശരിക്കും ബോട്ടിലിൻ്റെ ജ്യൂസാണത്. ആ ബോട്ടിലിൻ്റെ ജ്യൂസ് പുറത്തെടുത്ത നീല് ആ ജ്യൂസ് അവിടെ നേരെ കാണിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ്, ഇത് കുടിക്കാൻ കൊള്ളാം. നീല അങ്ങനെ പറയുമ്പോൾ ആ പെൺകുട്ടി വളരെ കൗതുകത്തോടെ ആ ബോട്ടിലേക്ക് എങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവൾ അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വസ്തു കാണുന്നത്. ആ ശൈലിയിൽ ഒരു ബോട്ടിലും അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അവള് നീലിന്റെ കയ്യിൽ നിന്ന് ആ ബോട്ടിൽ വാങ്ങി. അതിനുശേഷം നീലോട് ചോദിച്ചു, ഇതിനകത്തുള്ളത് കുടിക്കാൻ കൊള്ളാമോ? അതെ, ഇത് കുടിച്ചാൽ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവും. ശരിക്കും നീല് ആ ബോട്ടിലുകളും അതുപോലെ സംസാര ഗ്രവിയാടിനകത്ത് കരുതിയിരിക്കുന്ന ആഹാരമൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് സാക്ഷാൽ ജീലിന് വേണ്ടിയാണ്. ജീലിൻ നീലിനെ കാണുമ്പോഴൊക്കെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുക. അതറിയാവുന്ന നീല് ആ സംസാര ഗ്രേവിയാർഡിനകത്ത് കുറേയേറെ ഭക്ഷണം വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങൾ മാത്രമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ കുറെ എണ്ണം ഈ ബോട്ടിൽഡ് ജ്യൂസ് ഐറ്റംസ് ആണ്. നീല് അവൾക്ക് കൊടുത്ത ആ ബോട്ടിലേക്ക് കൗതുകത്തോടെ നോക്കി നിന്ന ആ പെൺകുട്ടി ആ ബോട്ടിലിനെ തിരിച്ചു മറിച്ച് നോക്കുകയാണ്. അതെങ്ങനെയാണ് തുറക്കേണ്ടത് അതാണ് അവൾ ആലോചിച്ചത്. ആ അടപ്പിങ്ങനെ തിരിക്കൽ അത് തുറക്കുമെന്നുള്ള കാര്യം അവൾക്ക് അറിയാത്തതുകൊണ്ട് അവളുടെ വാളുകൊണ്ട് ആ അടപ്പിന്റെ ഭാഗത്ത് ഒരു വെട്ട്. ശരിക്കും ആ അടപ്പങ്ങ് അറ്റുപോയി. അവള് നീലിനെ ഒന്ന് നോക്കിയിട്ട് ആ ജ്യൂസ് പതുക്കെ അവിടെ വായിലേക്ക് ഒഴിച്ചു. ഒരു തുള്ളി അവൾ ഒഴിച്ചോളൂ. ആ ചെറുപ്പക്കാരൻ തന്നെ കൊല്ലാനുള്ള സാധനം തരില്ല എന്നൊരു ബോധ്യം എങ്ങനെയോ അവളുടെ മനസ്സിൽ ഉണ്ടായത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ബോട്ടിലെ ജ്യൂസ് അവൾ കുടിക്കാൻ തയ്യാറായത്. ഒരു കവള് ജ്യൂസ് അവൾ കുടിച്ചോളൂ. അവളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. അവൾ നീലിനെ നോക്കിയിട്ട് ബാക്കിയോടെ കുടിക്കുകയാണ്. ടക് 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 അങ്ങ് കുടിക്കുന്ന കണ്ടപ്പോൾ നീല കൗതുകത്തോടെ അവളെ നോക്കി നിൽക്കുകയാണ്. അവളുടെ മുഖത്തും വല്ലാത്തൊരു അതിശയം. അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബോട്ടിൽഡ് ജ്യൂസ് അവൾ കുടിക്കുന്നത്. ഹേയ്, ഇത് കൊള്ളാം, നിന്റെ വേറെ ഉണ്ടല്ലോ. അത് കേട്ടതും നീൽഗിരി ഒരു ബണ്ടില് ജ്യൂസും അതേപോലെ കുറെ ചിപ്സ് ഐറ്റവും മറ്റു ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് അവൾക്ക് കൊടുത്തു. ആ സാധനങ്ങൾ കണ്ടതും അവൾ അതിവേഗം അത് അവളുടെ നിലവറയിലേക്ക് അങ്ങ് പിൻവലിച്ചു. ആ സാധനങ്ങൾ
ആ ചെറുപ്പക്കാരൻ്റെ മനസ്സ് മാറിയാൽ അയാൾ തിരിച്ചെടുത്താലോ എന്ന് പേടിച്ചിട്ടാണ് ശരിക്കും ആ പെൺകുട്ടി അതെല്ലാം അവളുടെ നിലവറിലേക്ക് വേഗം വലിച്ചു വെച്ചത്. നീല് അവളുടെ ഈ ആക്ഷൻ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. നോക്ക്, ഞാനിവിടെ വളരെ യാദൃശ്യവശാൽ വന്നതാണ്. ഞാൻ ഒരാളെ ഫോളോ ചെയ്ത് ഇവിടെ വന്നതാണ്. നല്ല നീളമുള്ള വണ്ണമുള്ള ഒരു വലിയ പാമ്പ്. ആ പാമ്പിൻ്റെ ദേഹത്ത് കല്ലുകളുണ്ട്. അത്തരത്തിലൊരു പാമ്പിനെ ഇവിടെ ഇങ്ങനെ കണ്ടായിരുന്നു. നീലിന്റെ ആ ചോദ്യം കേട്ടതും ആ പെൺകുട്ടി പുഞ്ചിരിയോടെ നീലോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ആ ഷീസനെ കുറിച്ചല്ലേ? ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് ഇവിടുന്ന് വടക്ക് ഭാഗത്തേക്ക് പോയാൽ ഒരു ഗുഹയുണ്ട്, അവിടെ ഉണ്ടാവും. ഇവിടുന്ന് കുറച്ചു ദൂരം പോയാൽ മതി. അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞതും നീല് അവളോട് പറഞ്ഞു, ഓക്കെ, താങ്ക് യു. അങ്ങനെ പറഞ്ഞിട്ട് നീൽഗിരി അതിവേഗം ആ പെൺകുട്ടി പറഞ്ഞ ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. അങ്ങനെ നടക്കുമ്പോൾ നീലിന് ഇപ്പോൾ ഒരു കാഴ്ച കാണാം. രക്തമാണ് നീല് കാണുന്നത്. അതുവഴി ഇഴഞ്ഞു പോയ ആ ഷീസൺ എന്ന ആ കൂറ്റൻ പാമ്പിന്റെ ദേഹത്തുനിന്ന് വീണ രക്തമാണ് അവിടെ ആ തറയിലുള്ളതെന്ന് നീലിന് അത് കണ്ടപ്പോഴേ മനസ്സിലായി. അതേ സമയം കഴിയുമ്പോൾ നീല് ഒരു ഗുഹയുടെ മുഖത്തെത്തി. ആ ഗുഹാമുഖത്ത് നീലെത്തിയതും അകത്തുനിന്ന് ആ ശബ്ദം കേൾക്കുകയാണ്. ഏയ്, നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാ നീ എൻ്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്നത്? ഷീസൺ എന്ന ആ കൂറ്റൻ പാമ്പ് അവിടെ തറയിലുണ്ട്. പക്ഷെ അതിന് അനങ്ങാൻ വയ്യ. അതിൻ്റെ ദേഹത്ത് മോർണിംഗ് ഏൽപ്പിച്ചിരിക്കുന്ന പരിക്ക് അത്രയേറെ ഗൗരവമുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നീല് ആ പാമ്പിനോട് പറഞ്ഞു, ഏ ഷീസൺ, നീ ശരിക്കും പരിക്കേറ്റിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിന്നെ കൊന്ന് നിന്റെ ഉള്ളിലുള്ള വാളെടുക്കാനാ ഞാൻ ഇവിടേക്ക് വന്നത്. അത് കേട്ടപ്പോഴാണ് ഷീസന് കാര്യം മനസ്സിലായത്. ആ പാമ്പ് നീലിനോട് പറഞ്ഞു, നീ ആ വാളന്വേഷിച്ചാണ് ഇവിടെ വരെ വന്നത്? അങ്ങനെ ചോദിച്ച ഷീസൺ അടുത്ത നിമിഷത്തിൽ പുറത്തേക്കൊന്ന് ഛർദ്ദിച്ചതും കുറെ സാധനങ്ങൾ പുറത്തേക്ക് വീണു. അത് വിഴുങ്ങിയ പല കാര്യങ്ങളും പുറത്തേക്ക് വീണപ്പോൾ ആ കൂട്ടത്തിൽ ആ വാളുണ്ട്. നീൽ ഉടൻ തന്നെ ആ വാള് ആ പുറത്തേക്ക് വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പൊക്കിയെടുത്തു. അതിവേഗം അതിനെ ക്ലീൻ ആക്കി നീല് ആ വാള് കൈ പിടിക്കുമ്പോൾ നീല് വല്ലാത്തൊരു ഉന്മേഷം ഫീൽ ചെയ്യാണ്. ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കൂടപ്പുറപ്പ് മിസ്സായതിനു ശേഷം തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം അത് ഇപ്പോൾ നീലിന്റെ മുഖത്ത് കാണാം. നീല ആ വാള് കയ്യിലെടുത്തതും നീലൊരു ശബ്ദം കേൾക്കുകയാണ്. ഈ വാളിന് വേണ്ടിയാണോ നിങ്ങൾ ഇതുവരെ എത്തിയത്? നീല തൊട്ടടുത്തു നിന്നാണ് ആ ശബ്ദം. നീല നോക്കുമ്പോൾ നേരത്തെ നീല കണ്ട ആ പെൺകുട്ടി അവിടെ നിൽക്കുകയാണ്. നീല് ഒരു സെയിന്റ് കിങ് ലെവലിലെ 6th സ്റ്റേജിലെ യോദ്ധാവാണ്. ആരെങ്കിലും നീലിന്റെ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ നീല് അറിയേണ്ടതാണ്. ഒരു 100 മീറ്റർ വ്യത്യാസത്തിൽ പോലും ഒരു ഓറ നീല് തിരിച്ചറിയും. പക്ഷെ ഈ പെൺകുട്ടി നീലിന്റെ തൊട്ടടുത്ത് എത്തിയത് നീല അറിഞ്ഞില്ല. നീലിന് സ്വാഭാവികമായിട്ടും അതൊരു അതിശയമായി ഫീൽ ചെയ്യാണ്. നീല ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങളെന്താ ഇവിടേക്ക് വന്നു? ഏയ് നീൽഗിരി, ഈ പാമ്പ് ശരിക്കും കുഴപ്പക്കാരനാണ്. അതുകൊണ്ട് നിങ്ങളുടെ പുറകെ ഞാനിങ്ങനെ എത്തിയത്. നീലിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് നീലിനെ ഫോളോ ചെയ്ത് അവൾ അവിടെ എത്തിയതാണെന്ന് അവൾ പറയുമ്പോൾ നീല് മനസ്സിലാകുന്നുണ്ട്. നീലും ആ പെൺകുട്ടിയും കൂടി സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഷീസൺ കേൾക്കുകയും ചെയ്തു. ഷീസൺ ആ പെൺകുട്ടിയെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഈ സമയത്താണ് നീല് ഒരു ശബ്ദം കേട്ടത്. ശബ്ദം കേട്ടത് സംസാര ഗ്രേവിയാർഡിനകത്തുനിന്നാണ്. സംസാര ഗ്രേവിയാർഡിനകത്തേക്ക് നീലിന്റെ ആ ബോധ മനസ്സിനെ നീൽ എത്തിക്കുമ്പോൾ അവിടെ ആ ചുവന്ന കല്ലറയ്ക്ക് ചുറ്റുമായി ഒരു പ്രകാശമുണ്ട്. ആ കല്ലറയ്ക്കുള്ളിൽ നിന്നാണ് ശബ്ദം പുറത്തേക്ക് വന്നത്. ഏ യങ്മാൻ, ആ ഷീസൺ കിടക്കുന്ന ആ ഗുഹയുടെ ഇടതുഭാഗത്തെ ചുവരുകളിൽ ഒന്ന് പരത്. അവിടെ ഒരു വിലപിടിപ്പുള്ള സാധനമുണ്ട്. ഷൂ ലിനേക്കർ പറഞ്ഞ കാര്യം കേട്ടതും നീല് ഉടൻ തന്നെ ആ ഗുഹയുടെ ഇടതുഭാഗത്തേക്ക് നടന്നു. ആ ഗുഹയുടെ ഇടതുഭാഗത്തേക്ക് നീല് നടക്കുന്നത് സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയും അതുപോലെ ആ പാമ്പും കാണുന്നുണ്ട്. അവര് രണ്ടുപേരും കൗതുകത്തോടെ നീലിനെ നോക്കുമ്പോൾ നീല് ആ ഇടതുഭാഗത്ത് ചുവരിൽ പതുക്കെ പതുക്കെ തട്ടി നോക്കിയാണ്. ആ ചുവരിൽ പല ഭാഗത്തും തട്ടി നോക്കി നീല് അവസാനം ഒരു ഭാഗത്തെത്തിയതും അതിവേഗം അവിടെ പ്രസ് ചെയ്യുകയാണ്. അയാൾ പ്രസ് ചെയ്തതും ആ പ്രതലം ഒന്ന് അകത്തേക്ക് ഇടിഞ്ഞു. അകത്തേക്ക് ഇടിഞ്ഞ ആ ചുവരിനുള്ളിലേക്ക് കൈയിട്ട് നീല് കൈ പുറത്തെടുക്കുമ്പോൾ നീലിന്റെ കയ്യിൽ ഒരു ചെറിയ പാത്രം പോലൊരു സാധനം ഇരിക്കുകയാണ്. പക്ഷെ അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. കാലാബഷാണ് സാധനം. മരങ്ങളിൽ പിടിക്കുന്ന കമണ്ടലം എന്ന് പറയുന്ന അതേ കാ. ആ കാ നീല് കയ്യിലെടുത്തപ്പോൾ ആ പാമ്പ് നീലോട് പറഞ്ഞു, ഏയ് ആരാ പറഞ്ഞ നിന്നോട് അത് എടുക്കാൻ? അങ്ങനെ ചോദിച്ച ആ പാമ്പ് നീലിനെ ആക്രമിക്കാനായി തുനിയാണെന്ന് തോന്നിയതും ആ പെൺകുട്ടിയുടെ കൈകളൊന്ന് അനങ്ങി. ആ നിമിഷത്തിൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് അനവധി സിൽവർ നീഡിലുകൾ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ പാമ്പിന്റെ തലയിൽ പല ഭാഗത്തായി തറച്ചു കയറി. ആ നീഡിലുകൾ അതിന്റെ പുറത്ത് തറച്ചു കയറിയതും ആ പെൺകുട്ടി ആ പാമ്പിന്റെ അടുത്ത് എത്തുകയും ചെയ്തു. ആ പെൺകുട്ടി ആ പാമ്പിനോട് പറഞ്ഞു, ഏയ് ഷീസൺ,
ആ യങ്മാനെ കൊല്ലാനുള്ള ഒരു ദേഷ്യം നിന്റെ ഉള്ളിലുണ്ടായി. അത് വേണ്ട. ആ പെൺകുട്ടി വളരെ ശാന്തമായിട്ടാണ് ആ ഡയലോഗ് പറഞ്ഞത്. ഷീസൺ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ. ആ പെൺകുട്ടിയുടെ ആ സിൽവർ നീഡിലുകളാണ് ശരിക്കും അയാളെ കൺഫ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ സിൽവർ നീഡിലുകൾക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട്. ആ ആളുമായി ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആ ഒരു ചോദ്യം ഷീസന്റെ ഉള്ളിൽ വരുമ്പോൾ നീല് ആ കമണ്ഡലം പോലെ ഇരിക്കുന്ന ആ കാ ശ്രദ്ധിച്ച് നോക്കുകയാണ്. ഉടൻ ഒരു ശബ്ദം നീല് കേട്ടു. ഷൂലിനേക്കയുടെ ശബ്ദമാണ്. യങ്മാൻ, അതിനകത്തുള്ള ദ്രാവകം നിന്റെ ശക്തി വർദ്ധിപ്പിക്കും. കേൾക്കേണ്ട താമസം നീല് ആ കമണ്ഡലം പോലെയുള്ള ആ കായുടെ മുകൾ ഭാഗം അങ്ങ് തുറക്കാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ ആ പെൺകുട്ടി കൊടുങ്കാറ്റ് പോലെ പാഞ്ഞ് നീലിനടുത്തെത്തി നീലിന്റെ കയ്യിൽ നിന്ന് ആ കമണ്ഡലം പിടിച്ചങ്ങ് വാങ്ങുകയും ചെയ്തു. തികച്ചും അപ്രതീക്ഷിതമായി ആ പെൺകുട്ടി പാഞ്ഞെത്തി അത് പിടിച്ചെടുത്തപ്പോ നീലിനും ഒരു ഞെട്ടൽ. നീല ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്തായി കാണിക്കുന്നത്? യങ്മാൻ, ഇത് അങ്ങനെ അങ്ങ് കുടിക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല. ഇത് കുടിച്ചാൽ നിങ്ങൾ ഉറപ്പായും മരിച്ചു പോകും. എൻ്റെ സീനിയർ സിസ്റ്റർ ശരിക്കും ശക്തിയായിരുന്നു. ഒരു തവണ ഇതേ കാലബാഷ് അവരെടുത്ത് കുടിച്ചായിരുന്നു. ആ നിമിഷത്തിൽ അവര് മരിച്ചു. അത് കേട്ടതും നീല് ഷൂലിനേക്കോട് ചോദിച്ചു, സീനിയർ, ഈ പറയുന്നത് സത്യമാണോ? യങ്മാൻ, അത് സത്യമാണ്. കുടിച്ചാൽ മരിച്ചു. സീനിയർ എന്താ പറയുന്നത്? എന്നോട് കുടിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോ കുടിച്ചാൽ മരിച്ചു പോകുന്നു. യങ്മാൻ, മറ്റുള്ളവർ കുടിച്ചാൽ മരിച്ചു പോകും എന്നുള്ളത് സത്യമാണ്. പക്ഷെ നിനക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും. നിന്റെ ബോഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നിന്നെ സംരക്ഷിക്കും. നീ ഒരു കാര്യം ചെയ്യും, ഒരു കവൾ അതിൽ നിന്ന് കുടിച്ചു നോക്ക്. പക്ഷെ ശ്രദ്ധിക്കുക, ആ ഒരു കവളിൽ കൂടുതൽ അകത്താക്കരുത്. അങ്ങനെ ഷൂലിനേക്കർ പറഞ്ഞതും നീല് ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഇത് കുടിച്ചെന്ന് വെച്ച് ഞാൻ മരിച്ചു പോകത്തൊന്നുമില്ല. യങ്മാൻ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി ആ കമണ്ഡലം നീലിന്റെ കയ്യിലേക്ക് മടക്കി കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് ഒരു കൗതുകം കലർന്ന ആ പുഞ്ചിരി ആ പാമ്പിന്റെ മുഖത്തുണ്ടാവുകയാണ്. ആ ചെറുപ്പക്കാരൻ ഒരു കുഴപ്പക്കാരനാണ്. ആ കുഴപ്പക്കാരൻ ആ കമണ്ഡലത്തിന്റെ മൂടി തുറന്ന് അതിനകത്തുള്ള ആ ജ്യൂസ് പോലുള്ള ഐറ്റം കുടിക്കുന്ന ആ നിമിഷത്തിൽ ആ ചെറുപ്പക്കാരൻ അവസാനിക്കും. അതിൽ ആ പാമ്പിന് ഒരു സംശയമില്ല. അത് അങ്ങനെയുള്ള ഒരു കായും അതിനകത്തുള്ള ജ്യൂസുമാണ്. കാലബാഷ് എന്ന അറിയപ്പെടുന്ന ആ ലായനിക്ക് അസാമാന്യമായ ശേഷിയുണ്ട്. ഇത് ടോൺ സ്പിരിറ്റ് കാലബാഷാണ്. എത്രയോ കാലങ്ങൾ കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ആ കാലബാഷ് ലായനി ആരുടെ ഉള്ളിൽ ചെന്നാലും അവര് ആ നിമിഷം എരിഞ്ഞ് ഇല്ലാതാകും. ആ കാഴ്ച കാണാനായി ആ പാമ്പ് കൗതുകത്തോടെ നീലിനെ അങ്ങനെ നോക്കുമ്പോൾ ആ പെൺകുട്ടി ആ കാഴ്ച കാണാൻ വയ്യാതെ പതുക്കെ അങ്ങ് തിരിഞ്ഞു. അവൾക്കറിയാം എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ എന്തോ അവൾക്ക് ഒരു വിഷമം. ആ ചെറുപ്പക്കാരനാണ് അവളുടെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന അപരിചിതൻ. അതിനു മുമ്പ് അപരിചിതരെ അവൾ കണ്ടിട്ടേയില്ല. എത്രയോ കാലങ്ങളായി അവൾ അവിടെ ഉണ്ട്. അവൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അവൾക്ക് ചുറ്റുമുള്ള ആളുകളെ മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ. പുറത്തുനിന്ന് ഒരാൾ ആദ്യമായിട്ടാണ് അവിടേക്ക് വരുന്നത്. ആ ആളിതാ അവസാനിക്കാൻ പോവുകയാണ്. പക്ഷെ ആ ആളെ തടയാൻ അവൾക്കിട്ട് പറ്റുന്നുമില്ല. അതിനുള്ള അധികാരം അവൾക്കില്ല എന്ന് അവൾക്കറിയാം. അവള് എന്നാലും തിരിഞ്ഞു നോക്കാതെ ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, യങ്മാൻ, നിങ്ങൾ അത് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അവൾക്ക് അതിൽ കൂടുതൽ പറയാനുള്ള അവകാശമില്ലാത്തതുകൊണ്ട് അവള് ഗുഹയ്ക്ക് പുറത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവൾ പല കാൽക്കുലേഷൻസ് മനസ്സിൽ നടത്തുകയാണ്. ആ ചെറുപ്പക്കാരൻ്റെ ഡെഡ് ബോഡി എവിടെ അടക്കണം എന്നൊക്കെയാണ് അവൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവൾ ആദ്യമായിട്ടാണ് ഒരു ചെറുപ്പക്കാരനെ കാണുന്നത്. ആ ചെറുപ്പക്കാരൻ്റെ ബോഡി അവളുടെ ഔഷധത്തോട്ടത്തിന് സമീപത്ത് തന്നെ സംസ്കരിക്കണം. മാസ്റ്ററെ കണ്ട് കാര്യം പറയണം. അങ്ങനെ പല കാര്യങ്ങളും അവൾ ആലോചിക്കുമ്പോൾ നീല് ആ കമണ്ഡലത്തിൽ നിന്ന് ഒരു കവള് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു. ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം നീല് ആ കമണ്ഡലം അടച്ച് സംസാര ഗ്രവിയാടിനകത്തേക്ക് അത് വെക്കുമ്പോൾ ആ പാമ്പിന്റെ ശബ്ദം നീല് കേട്ടു. യങ്മാൻ, നീ അവസാനിച്ചു. അതിന് മറുപടിയായി നീല് പറഞ്ഞു, അതിന് ഞാൻ ഒരു കവളല്ലേ കുടിച്ചോളൂ. യങ്മാൻ, ഒരു കവള് പോയിട്ട് ഒരു തുള്ളി അകത്ത് ചെന്നാൽ അത് നിനക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെ ആ പാമ്പ് പറഞ്ഞ ആ നിമിഷത്തിൽ നീലിന്റെ ബോഡിക്കുള്ളിലേക്ക് ശരിക്കും ആയിരക്കണക്കിനെന്നോ പതിനായിരക്കണക്കിനെന്നോ പറയാൻ കഴിയുന്ന ശൈലിയിൽ എനർജി വിസ്ഫോടനം നടക്കുകയാണ്. നീലിന്റെ ബോഡി ഇങ്ങനെ വിണ്ട് കീറുന്ന ശൈലിയിൽ ഒരു പെയിനും അതേ സമയത്ത് ഊർജത്തിന്റെ ഒരു തള്ളിക്കയറ്റവും ബോഡിക്കുള്ളിൽ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നീലിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ശൈലിയിൽ ആ വേദന ഇങ്ങനെ വരുമ്പോൾ ആ പെൺകുട്ടി തിരിഞ്ഞു. അവളും ആ കാഴ്ച കണ്ടു. അക്ഷരാർത്ഥത്തിൽ നീലിന്റെ മുഖം ഇങ്ങനെ വിണ്ട് കീറുകയാണ്. നീലിന്റെ കൈകളൊക്കെ ഇങ്ങനെ വിടർന്നു വരികയാണ്. ആ കൈകളിലെ ഞരമ്പുകളൊക്കെ പൊട്ടുകയാണ്. കാലുകളിലും ദേഹത്തുള്ള ഞരമ്പുകളൊക്കെ പൊട്ടപ്പോൾ നീലിന്റെ മേൽവസ്ത്രം അങ്ങ് വിണ്ട് കീറി. നീല് കഷ്ണം കഷ്ണമായി ചിതറാൻ പോവുകയാണെന്നുള്ള യാഥാർത്ഥ്യം
തിരിച്ചറിഞ്ഞ ആ പെൺകുട്ടി പെട്ടെന്ന് വീണ്ടും അങ്ങ് തിരിഞ്ഞു. അവൾക്ക് ആ കാഴ്ച കാണാൻ വയ്യ. താൻ ഇത് അവസാനിക്കാൻ പോവുകയാണെന്ന് തോന്നിയതും നീല് ഷൂ ലിനേക്കറോട് ചോദിച്ചു, സീനിയർ, ഇത് ഭയങ്കര ശക്തമാണല്ലോ, ഇത് എന്നെ കൊല്ലുമോ? ഹേ യങ് മാൻ, നീ രക്ഷപ്പെടാനുള്ള സാധ്യത 1000-1 മാത്രമാണ്. പക്ഷേ ആ 1000-1 നീ ഉപയോഗിക്കണം. വളരെ കൂളായിട്ടാണ് ഷൂ ലിനേക്കർ ആ വാചകം പറഞ്ഞത്. 1000-1 എന്ന സാധ്യതയാണ് നീലിന് രക്ഷപ്പെടാനും ഉള്ളത്. ശരിക്കും നീലിന് എന്ത് പറയണമെന്നറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. 1000-1 മാത്രമാണ് രക്ഷപ്പെടാനുള്ള ചാൻസ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീൽ ഒരിക്കലും ഈ പരിപാടിക്ക് ശ്രമിക്കുമായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് നീല് ഷൂ ലിനേക്കറുടെ ശബ്ദം കേൾക്കുകയാണ്. യങ് മാൻ, നിന്റെ എല്ലാ കപ്പാസിറ്റിയും എടുത്ത് നീ ഉപയോഗിക്കും. അങ്ങനെ നീലിനോട് ഷൂ ലിനേക്കർ പറയുമ്പോഴേക്കും നീലിന്റെ ബോധം നഷ്ടമാകുകയാണ്. നീൽ ഇതിനിടയിൽ ശമറപണിഞ്ഞ് ഇരുന്നു തുടങ്ങി. ഇതുവരെ താൻ കൾട്ടിവേഷനിലൂടെ നേടിയ അറിവുകൾ എടുത്ത് ഉപയോഗിച്ച് നോക്കിയാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കുമെന്നൊരു തോന്നൽ നീലുണ്ടായതുകൊണ്ടാണ് നീല് താഴെ അങ്ങ് ഇരുന്നത്. ശമ്പളം പണിഞ്ഞിരുന്ന നീല് പെട്ടെന്ന് തൻ്റെ ബോഡിക്ക് ചുറ്റുമായി എമോട്ടർ ഫ്ലെയിം ആക്ടിവേറ്റ് ചെയ്തു. അതോടൊപ്പം ഡിവൈൻ ലൈറ്റ്നിങ്ങും ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതേ സമയത്ത് തന്നെ നീല് ആ ബ്ലഡ് ഡ്രാഗനെ വിളിച്ചു വരുത്തി. ബ്ലഡ് ഡ്രാഗൺ നീലിന്റെ ബോഡിക്ക് ചുറ്റും പെട്ടെന്ന് ഒരു കവറായി അങ്ങ് മാറുകയാണ്. ഈ സമയത്ത് നീലിന്റെ ബോഡി ഏതാണ്ട് പൂർണ്ണമായി പൊട്ടിത്തെറിക്കത്തക്ക രീതിയിൽ അതിശക്തമായ പ്രഷർ ബോഡിക്കുള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ പ്രഷർ നീലിന്റെ ബോഡിക്കുള്ളിൽ അങ്ങനെ അതിശക്തമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഡ്രാഗന്റെ അലർച്ച ആ പെൺകുട്ടി കേട്ടു. ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തറയിലിരിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ബോഡിക്ക് ചുറ്റുമായി ചുവപ്പ് നിറത്തിലുള്ള ഒരു തീ. ആ തീക്ക് ചുറ്റുമായി ടൺ കണക്കിന് മിന്നലുകൾ. അതിന് ചുറ്റുമായി ഒരു രക്ത ഡ്രാഗൺ ആ ചെറുപ്പക്കാരന് ചുറ്റി വരിഞ്ഞിട്ടുണ്ട്. ആ ചെറുപ്പക്കാരന്റെ തലയ്ക്ക് മുകളിലായി ഡ്രാഗന്റെ തല അങ്ങനെ നിൽക്കുകയാണ്. ആ കാഴ്ച അവൾക്ക് വല്ലാത്തൊരു അമ്പരപ്പും അതിശയവും ഓർമ്മയൊക്കെ ഉണ്ടാക്കുകയാണ്. അവളുടെ മാസ്റ്റർ അവളോട് ഒരു വാചകം പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നാണോ നീ ഒരു ചെറുപ്പക്കാരനെ ബ്ലഡ് ഡ്രാഗനാൽ ചുറ്റപ്പെട്ട ശൈലിയിലും ഫ്ലെയിംസാൽ ചുറ്റപ്പെട്ട ശൈലിയിലും മിന്നലുകളാൽ ചുറ്റപ്പെട്ട ശൈലിയിലും കാണുന്നത്, അന്ന് നിനക്ക് ഉറപ്പിക്കാം നിന്റെ രക്ഷകൻ ഇവിടെ എത്തിയെന്ന്. അവന്റെ പുനർജന്മമാണ് നീ ആ നിമിഷത്തിൽ കാണുക. പുനർജന്മത്തിന്റെ മാസ്റ്ററാണ് അവൻ. എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് ഈ വാചകം അവളുടെ മാസ്റ്റർ അവളോട് പറഞ്ഞത്. പുനർജന്മത്തിന്റെ മാസ്റ്റർ, ബ്ലഡ് ഡ്രാഗനാൽ ചുറ്റപ്പെട്ട മനുഷ്യൻ, എമോട്ടർ ഫ്ലെയിംസിനാൽ ചുറ്റപ്പെട്ട മനുഷ്യൻ, ഡിവൈൻ ലൈറ്റ്നിങ്ങിനാൽ ചുറ്റപ്പെട്ട മനുഷ്യൻ. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് സംഭവിക്കുമ്പോൾ അവൻ അവളുടെ രക്ഷകനാകും എന്നാണ് അവളുടെ മാസ്റ്റർ അവളോട് പറഞ്ഞത്. ഈ യങ് മാൻ ഇനി മാസ്റ്റർ പറഞ്ഞ ആ വ്യക്തിയാണോ? ബ്ലഡ് ഡ്രാഗൺ ഉണ്ട്, എമോട്ടർ ഫ്ലെയിംസ് ഉണ്ട്, ഡിവൈൻ ലൈറ്റ്നിങ് ഉണ്ട്. ഇനി അറിയേണ്ടത് ആ പുനർജന്മത്തിന്റെ മാസ്റ്റർ ആണോ ആ യങ് മാൻ എന്നാണ്. പക്ഷെ ആ ചോദ്യം അവളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നീലിന്റെ ബോധമനസ്സ് പൂർണ്ണമായും ഇരുട്ടിലേക്ക് വീണു കഴിഞ്ഞു. ചുറ്റും ഇരുട്ട് മാത്രമേ ഉള്ളൂ. ആ ഇരുട്ടത്തൂടെ നീൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അതിവേഗതയിൽ ആ ഇരുട്ട് നീലിനെ പൂർണ്ണമായും വളഞ്ഞപ്പോൾ നീല് ഏതാണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു യാത്രയിൽ പെട്ടതുപോലെയാണ്. എവിടേക്ക് നോക്കിയാലും ഇരുട്ട് മാത്രം. അതിശക്തമായ ഒരു ഇരുട്ട്, ശരിക്കും ഒന്നും കാണാൻ പറ്റാത്ത, ഒന്നും അറിയാൻ പറ്റാത്ത, സകലതും നിശ്ചലമായി പോയിരിക്കുന്ന ഒരു ഇരുട്ടിനകത്ത് നീല് പെട്ടിരിക്കുകയാണ്. നീല് തന്റെ ബോധമനസ്സിനെ ശരിക്കും കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് അകലെയായി ഒരു പ്രകാശം നീല് കണ്ടു. ആ പ്രകാശം നീലിന്റെ അടുത്തേക്ക് എങ്ങനെ പാഞ്ഞു വരികയാണ്. ആ പ്രകാശം നീലിനെ ടാർഗറ്റ് ചെയ്തോട്ടാ വരുന്നത്. ആ പ്രകാശം നീലിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തിയതും ആ കറുത്ത പ്രതലത്തിനുള്ളിൽ നീലിന്റെ തൊട്ടു മുന്നിൽ ആ പ്രകാശം ഒരു രൂപം ആർജിച്ചു. ആ രൂപം നീലിന്റെ കൗതുകത്തോടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ രൂപം ശരിക്കും പ്രകാശത്താൽ തിളങ്ങുന്നുണ്ട്. തിളങ്ങുന്ന ആ പ്രകാശം നീലിനെ സൂക്ഷിച്ചു നോക്കിയിട്ട് നീലിനോട് പറഞ്ഞു, ഛേ, വെറുമൊരു സെയിന്റ് കിങ് ലെവലിലെ യോദ്ധാവാണോ എന്നെ ആഗ്രഹിച്ചത്? ഞാൻ കാലാബാഷിനുള്ളിലെ ഊർജത്തിന്റെ ഉറവിടമാണ്. ശരിക്കും ആ കാലാബാഷ് ലിക്വിഡിനുള്ളിൽ ആ ശൈലിയിൽ ഒരു രൂപം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം അപ്പോഴാണ് നീൽ അറിയുന്നത്. ഈ സമയത്ത് നീല് ഷൂ ലിനേക്കറുടെ ശബ്ദം കേട്ടു. യങ് മാൻ, ആ രൂപത്തെ കീഴടക്കാൻ കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ലിനേക്കർ പറയുമ്പോഴേക്കും ലിനേക്കറുടെ ശബ്ദം കേട്ടാവുകയാണ്. നീല് ആ രൂപത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നല്ല തിളക്കമുള്ള ആ രൂപമാണ്. ആ രൂപത്തെ കണ്ടതും നീല് ആ രൂപത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ കീഴടക്കി നിന്നെ സ്വന്തമാക്കാനായി വന്നതാണ്. അത് കേട്ടതും ആ രൂപത്തിന്
പിന്നെയും ചിരിയാണ് വരുന്നത്. സെയിന്റ് കിങ് ലെവലിലെ യോദ്ധാവിന് ഞാൻ കീഴടങ്ങുകയും അസംഭവയും, നീ ഇപ്പോ തീരും, ഈ നിമിഷം നീ തീരുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ രൂപം അതിന്റെ കൈകളൊന്ന് അനക്കിയതും നീലിന്റെ പുറത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ആ പ്രഷറും അതുപോലെ വേദനയും വർദ്ധിക്കുകയാണ്. പക്ഷെ നീൽ ആ നിമിഷം തന്നെ തന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ എമോട്ടർ ഫ്ലെയിംസിന്റെയും അതേപോലെ ഡിവൈൻ ലൈറ്റനിങ്ങിന്റെയും ശക്തി വർദ്ധിപ്പിക്കുകയാണ്. അവിടെയുള്ള ആ ബ്ലഡ് ഡ്രാഗൺ യഥാർത്ഥത്തിൽ നീലിന്റെ തന്നെ പാർട്ടായതുകൊണ്ട് നീലിന്റെ ആ മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ബ്ലഡ് ഡ്രാഗൺ ശരിക്കും നീലിനെ സംരക്ഷിക്കുകയാണ്. ഏത് നിമിഷമാണെങ്കിലും നീലിന്റെ ബോഡി പൊട്ടിത്തെറിക്കാം എന്നുള്ള ഒരു ഘട്ടത്തിലാണ്. നീലിന്റെ ബോഡി പൊട്ടിത്തെറിപ്പിക്കാനായി നീലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ശ്രമം, അതാണ് ആ രൂപത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിങ്ങനെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമ്പോൾ നീലിന്റെ ബോഡി ഇങ്ങനെ പൊട്ടി വരികയാണ്. ഈ കാഴ്ച അവിടെ ആ പാമ്പ് കാണുന്നുണ്ട്. നീൽഗ്രിയുടെ കൈകൾ പതുക്കെ പൊട്ടി അടരുന്നതും രക്തം തെറിക്കുന്നതും ആ എല്ലുകൾ പുറത്തേക്ക് വരുന്നതൊക്കെ ആ പാമ്പിനെ കാണാം. ഈ കാഴ്ച ആ പെൺകുട്ടിയും കണ്ടു. ആ പെൺകുട്ടി ശരിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ അന്തമിട്ട് നിൽക്കുകയാണ്. അവൾക്ക് ഇപ്പോ എന്ത് വില കൊടുത്തും ആ ചെറുപ്പക്കാരനെ രക്ഷിക്കണമെന്ന് ഒരു തോന്നലുണ്ട്. പക്ഷെ എങ്ങനെ? ആ ചെറുപ്പക്കാരന്റെ ബോഡി ഇപ്പോ പൊട്ടിച്ചേറും. അവൾ അമ്പരപ്പോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ചെറുപ്പക്കാരൻ അങ്ങനെ നോക്കി നിൽക്കപ്പോ നീലിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു പ്രകാശം പരന്നു. ആ പ്രകാശം നീലിന്റെ ബോഡിക്ക് ചുറ്റും പടരുമ്പോ നീല് ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. ആ പ്രകാശത്തിന് നേരത്തെ ആ പാമ്പിനെ മോർണിംഗ് ആക്രമിച്ച സമയത്തുണ്ടായിരുന്ന ഒരു പ്രകാശവുമായി ഒരു സാമ്യമുണ്ട്. അത് സംസാര ഗ്രേവി യാർഡിന്റെ ശക്തിയാണ്. സംസാര ഗ്രേവി യാർഡിനകത്ത് 100ഓളം ശക്തരായ മാസ്റ്റേഴ്സ് ഉണ്ട്. ആ മാസ്റ്റേഴ്സിന്റെ ശക്തിയല്ല നീല് കണ്ടത്, അത് സംസാര ഗ്രേവി യാർഡിന്റെ ശക്തിയാണ്. ആ സംസാര ഗ്രേവി യാർഡ് സൃഷ്ടിച്ചിരിക്കുന്ന സ്രഷ്ടാവിന്റെ ശക്തിയാണ്. ആ ശക്തിയുടെ ഒരു അംശമാണ് നേരത്തെ മോർണിംഗ് ആ പാമ്പിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചത്. ഒരു പോളാർ ലൈറ്റിന്റെ ഒരു ലക്ഷണം ആ പ്രകാശത്തിനുണ്ടായിരുന്നു. നേരത്തെ ആ ഐസ് കൊണ്ടുള്ള സോഡ് മോർണിംഗ് ഉപയോഗിച്ചപ്പോൾ ആ സോഡിനൊപ്പം ഒരു പ്രകാശം കൂടി മോർണിംഗ് കൊണ്ടുവന്നിരുന്നു. അത് പോളാർ ലൈറ്റ് ആണെന്നൊരു തോന്നൽ ആ സമയത്ത് നീലിന് ഉണ്ടായതാണ്. ഇപ്പോൾ നീലിനെ മുഴുവൻ വിഴുങ്ങിയിരിക്കുന്ന ആ പ്രകാശത്തിനും ഏതാണ് അതിൻ്റെ ഒരു രീതിയുണ്ട്. ആ പ്രകാശം നീലിനെ വിഴുങ്ങിയപ്പോൾ നീലിന് ഒരു ഉണർവ് തോന്നുകയാണ്. നേരത്തെ നീലിന് അനുഭവപ്പെട്ടിരുന്ന ആ പ്രഷർ ഇപ്പോൾ അനുഭവപ്പെടുന്നതേയില്ല. നീല പൂർണ്ണമായി ആ പ്രകാശത്തിൽ കുളിച്ചത് സ്വാഭാവികമായിട്ട് നീലിനെതിരെ നിൽക്കുന്ന ആ പ്രകാശവും കണ്ടു. അത് ലേശം അസ്വസ്ഥതയോടെ മുന്നിലിരിക്കുന്ന ആ ചെറുപ്പക്കാരനെയും ആ പ്രകാശത്തിൽ നോക്കിയതും എന്തുകൊണ്ട് ഭയന്ന ആ രൂപം തിരിഞ്ഞ് ഓടാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ നീലിനെ വളഞ്ഞിരുന്ന ആ പ്രകാശം പെട്ടെന്നാണ് 2 കൈകളായി മാറുന്നത്. അത് പെട്ടെന്ന് ആ കൈകൾ മുന്നോട്ട് നീട്ടിയതും ആ പ്രകാശ രൂപത്തെ പിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. നീലിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ പോളാർ പ്രകാശം ആ രൂപത്തെ 2 കൈ കൊണ്ടും ചേർത്ത് പിടിച്ച് ഒന്ന് അമർത്തി കൊണ്ടുവന്നപ്പോൾ രസകരമായ ഒരു റിസൾട്ട് ഉണ്ടാവുകയാണ്. ശരിക്കും ഒരു മരുന്നിന്റെ അത്രയും വലിപ്പമുള്ള ഒരു കുഞ്ഞ് ടാബ്ലറ്റായി ആ പ്രകാശ രൂപം പതുക്കെങ്ങ് മാറി. ആ ടാബ്ലറ്റ് നീലിന്റെ കയ്യിലേക്ക് വീണു. ആ നിമിഷത്തിൽ നീലിനെ വളഞ്ഞിരുന്ന ആ പ്രകാശം പതുക്കെ നീലിന്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ ആ കാലാഭാഷ പ്രകാശം നിന്ന അതേ സ്ഥലത്ത് നീലിന്റെ ബോഡി ചുറ്റും രൂപം കൊണ്ട് പ്രകാശം വന്നിരിക്കുകയാണ്. അതിനൊരു യഥാർത്ഥമായ രൂപമുണ്ട്. ആ രൂപം നീലിനോട് പറഞ്ഞു, ഏയ് നീൽഗ്രി, അത് നിനക്കുള്ളതാണ്. അത് കഴിക്കുമ്പോൾ നിനക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് ബ്രേക്ക് ത്രൂകൾ നേടാൻ പറ്റും. നീല് അത് കേട്ടതും ആ ഗുളിക വളരെ താല്പര്യത്തോടെ 2 കൈ കൊണ്ട് അമർത്തി പിടിക്കുകയാണ്. നീല് അങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് ആ രൂപത്തോട് ചോദിച്ചു, മാസ്റ്റർ അങ്ങ് ആരാണ്? ശരിക്കും എന്താണ് ഈ സംസാര ഗ്രേവി യാർഡ്? ആ സംസാര ഗ്രേവി യാർഡുമായി കണക്ട് ചെയ്ത 100 പേരിൽ പെടാത്ത ആരോ ആണ് അതെന്ന് തോന്നിയത് കൊണ്ടാണ് നീൽ ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും ആ രൂപം നീലിനോട് പറഞ്ഞു, നീൽഗ്രി, ഇപ്പോ നിന്റെ കൈവശമിരിക്കുന്ന ആ പിൽസ് ഈ ഭൂമിയിൽ വേറെ ആര് കഴിച്ചാലും അവർ ആ നിമിഷം മരിക്കും. പക്ഷേ നീ മരിക്കില്ല. അതിന്റെ കാരണം നിന്റെ ബ്ലഡ് ലൈനാണ്. അത് കേട്ടതും നീല് ചോദിച്ചു, മാസ്റ്റർ, സാധാരണ മനുഷ്യർക്കുള്ള ബ്ലഡാണ് എനിക്കുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അത് കേട്ടതും ആ രൂപം ഒന്ന് ചിരിച്ചു. ഹേയ് നീൽ, നീ ഈ സംസാര ഗ്രേവി യാർഡിന്റെ മാസ്റ്ററാണ്. സംസാര ഗ്രേവി യാർഡാണ് നിന്നെ തിരഞ്ഞെടുത്തത്. നീ ഈ ഭൂമിയിലെ ഹാക്സിയ എന്ന രാജ്യത്തിലെ റിവർ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചെറിയ വീട്ടിലെ ഒരു ചെറിയ പയ്യൻസാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഭൂമിയെ പോലുള്ള ഗ്രഹങ്ങളുണ്ട്. അവയിൽ ജീവനുമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ജീവൻ വേറെ ഉണ്ടെന്നർത്ഥം. ആ എല്ലാ ജീവനും ചേരുമ്പോഴാണ് സംസാര ആകുന്നത്. ആ സംസാരയുടെ മാസ്റ്ററെ തിരഞ്ഞെടുക്കുമ്പോൾ ആ മാസ്റ്റർക്ക് കുറച്ച് ക്വാളിറ്റികൾ ഉണ്ടാകണമെന്ന് ഉറപ്പല്ലേ? നിന്റെ ബ്ലഡ് ഈ പ്രപഞ്ചത്തിലെ
ഏറ്റവും പ്രാധാന്യമുള്ള ബ്ലഡാണ്. നിന്റെ ബ്ലഡിനോട് കിടപിടിക്കാൻ കഴിയുന്ന ബ്ലഡ് ഈ ഭൂമിയിൽ നിന്നല്ല, ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തും ഉണ്ടാകില്ല. നിന്റെ ബ്ലഡിന് നിനക്കൊരു പേരിടണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ഇങ്ങനെ വിളിക്കാം, റീ ഇൻകാർണേഷൻ ബ്ലഡ് ലൈൻ. അതെ, പുനർജന്മത്തിന്റെ ബ്ലഡ് ലൈൻ എന്ന് വിളിക്കാം. കാരണം എല്ലാം തുടങ്ങുന്നത് അവിടെ നിന്നാണ്, എല്ലാം അവസാനിക്കുന്നതും അവിടെയാണ്. എല്ലാ പുനർജന്മങ്ങളും നീയുമായി കണക്റ്റഡാണ്. നീല ഇതുവരെ കേൾക്കാത്ത കുറെ കാര്യങ്ങളൊക്കെയാണ് ആ രൂപം നീലിനോട് പറയുന്നത്. നീല് ഇതിനു മുമ്പ് അവിടെ ആ സംസാര ഗ്രേവ് യാർഡിൽ കണ്ടുമുട്ടിയിട്ടുള്ള മാസ്റ്റേഴ്സിനോടൊക്കെ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവരൊക്കെ ചില കാര്യങ്ങളെ നീലിനോട് പറയും. അതിനപ്പുറം അവർ പറയാൻ ശ്രമിച്ചാൽ ആ നിമിഷത്തിൽ സംസാര ഗ്രേവ് യാർഡിനകത്തുനിന്ന് ശക്തമായ പ്രകാശം അവർക്കെതിരെ പാഞ്ഞു വരും. അതൊരു അറ്റാക്കാണ്. ഒരിക്കൽ ലിൻ ക്ലിൻസ്മാൻ നീലിനോട് ചില കാര്യങ്ങൾ പറയാൻ പോയതും അതിശക്തമായ അറ്റാക്കിന് ലിൻ ക്ലിൻസ്മാൻ വിധേയനായിട്ടുണ്ട്. അതിന് മോർണിംഗ് സാക്ഷിയാണ്. പക്ഷെ ഇപ്പോ നീലിനോട് സംസാരിക്കുന്ന ആ ശബ്ദത്തിന്റെ ഉടമയ്ക്ക് ആ കടമ്പകൾ ഒരു വിഷയമേ അല്ല, അല്ലെങ്കിൽ ആ തടസ്സങ്ങളൊന്നും ഈ ശബ്ദത്തെ ബാധിക്കില്ല എന്ന് വ്യക്തം. നീലിന് വല്ലാത്തൊരു കൺഫ്യൂഷൻ. നീൽ അമ്പരപ്പോടെ ആ രൂപത്തോട് ചോദിച്ചു, മാസ്റ്റർ, ശരിക്കും ഞാൻ ആരാണ്? ഹേയ് നീൽഗിരി, നിനക്ക് അറിയേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അത് നീ അറിയേണ്ട സമയത്ത് മാത്രമേ അറിയാൻ പാടുള്ളൂ. നിനക്ക് ഒരു ദൗത്യമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ വേറെ ഒരാളെ കൊണ്ടും നടത്താൻ പറ്റാത്ത ഒരു ദൗത്യം നിനക്കുണ്ട്. നീ അതിനെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടുകയോ ആലോചിച്ച് തല പുണ്ണാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. നീ ഘട്ടം ഘട്ടമായി നിന്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നീൽഗിരി, ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. ആ പിൽസ് നീ വിഴുങ്ങിക്കും. ആ നിമിഷത്തിൽ നിനക്ക് ചില അത്ഭുതങ്ങൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ തമ്മിൽ കാണുമോ എന്നൊരു ചോദ്യം നിന്റെ മനസ്സിൽ ഉണ്ടായെന്ന് എനിക്കറിയാം. ഉറപ്പായും നമ്മൾ തമ്മിൽ കാണും. ഇപ്പോ അല്ല, നീ കുറെ കൂടി ശക്തനാകുമ്പോൾ. ആ ശക്തി നേടാൻ ചിലപ്പോൾ നിനക്കൊരു 10 കൊല്ലം വേണ്ടി വരുമായിരിക്കും. എന്നാലും നമ്മൾ തമ്മിൽ കാണും. അങ്ങ് അകലെ മറ്റൊരു ലോകത്ത് വെച്ച് നമ്മൾ മുഖാമുഖം കാണും. നീ ഭയപ്പെടേണ്ട. നീ സെലക്ട് ചെയ്യപ്പെട്ട ആളാണ്. ആ നിന്നെ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല. അങ്ങനെ പറഞ്ഞതും ആ രൂപം പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ശരിക്കും അതങ്ങ് ലയിച്ചു പോയതുപോലെയാണ്. നീലി കണ്ടതും കേട്ടതും ഒക്കെ യാഥാർത്ഥ്യമാണോ അതോ സ്വപ്നമാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ അങ്ങനെ ആ ചോദ്യം നീലിന്റെ ഉള്ളിൽ ഉയരുമ്പോഴും നീലിന്റെ കയ്യിൽ ഒരു ഗുളിക ഇരിപ്പുണ്ട്. ആ ഗുളിക നേരത്തെ അവിടെ വന്ന ആ രൂപത്തെ സംസ്കരിച്ചെടുത്തതാണെന്ന് നീലിന് അറിയുകയും ചെയ്യും. നീല് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ആ ഗുളിക അങ്ങ് വിഴുങ്ങി. നീല് ആ ഗുളിക വിഴുങ്ങുന്ന കാഴ്ച ശരിക്കും പുറത്തുള്ള ആ പാമ്പിനോ ആ പെൺകുട്ടിക്കോ വിസിബിൾ അല്ല. അവര് കാണുന്നത് നീല് ഇപ്പോ ശാന്തമായി ഇരിക്കുന്നതാണ്. നീല് ചുറ്റുമുള്ള ആ ഇമോർട്ടൽ ഫ്ലെയിമും അതുപോലെ ആ ഡിവൈൻ ലൈറ്റ്നിങ്ങും ആ ബ്ലഡ് ഡ്രാഗണും ചേർന്ന് നീലിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് നീലിന്റെ ബോഡി പൊട്ടിപ്പിക്കാൻ ശക്തി ഉണ്ടായിരുന്ന ഒരു ശക്തിയെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല. പുറത്ത് എത്ര ശക്തമായി നമ്മൾ പ്രതിരോധം ഉയർത്തിയാലും അകത്തു നിന്ന് ആ ശക്തികളെ തകർത്തുകൊണ്ട് ആ ബോഡി കഷ്ണം കഷ്ണമായി ചിതറും. അതാണ് ആ കാലബഷ് ലായനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത്ര പവർഫുൾ ആണ് ലായനി. അതറിയാവുന്ന ആളാണ് നമ്മുടെ ആ പാമ്പ്. അതുകൊണ്ട് തന്നെ അതിനൊരു വല്ലാത്ത അമ്പരപ്പ്. ഈ സമയത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രതിഭാസത്തിന് പതുക്കെ നീലിന്റെ ബോഡി വിധേയമാവുകയാണ്. നീലിന്റെ ബോഡിക്ക് ചുറ്റുമായി ഓറ മാറുന്നത് ഈ സമയത്ത് ആ പെൺകുട്ടിയും അതുപോലെ ആ പാമ്പും കണ്ടു. അത് കണ്ടത് ആ ബ്ലഡ് ഡ്രാഗൺ നീലിന്റെ മുകളിലേക്ക് ഉയരുകയാണ്. നീലിന്റെ ബോഡിക്ക് ചുറ്റുമായി പതുക്കെ പതുക്കെ ഓറ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നീല് ബ്രേക്ക് ത്രൂ നടത്തുകയാണെന്ന് ആ നിമിഷത്തിൽ പാമ്പിനും ആ ചെറുപ്പക്കാരിക്ക് മനസ്സിലായി. സെയിന്റ് കിങ് ലെവലിലെ 6th സ്റ്റേജിൽ നിൽക്കുന്ന നീൽഗിരി പെട്ടെന്ന് ആ 7th സ്റ്റേജിലേക്കും 8th ലേക്കും 9th ലേക്കും ഒക്കെ തുരുതുരാ ബ്രേക്ക് ചെയ്യാണ്. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ബ്രേക്ക് ത്രൂ. ഇതാന്ന് പറയുന്ന വേഗതയിൽ നീല് സെയിന്റ് കിങ് ലെവലിന്റെ 9th സ്റ്റേജിലെത്തി. 9th സ്റ്റേജിൽ നിന്ന് നീല് ബ്രേക്ക് ചെയ്യേണ്ടത് ഒറിജിനൽ ലെവലിലേക്കാണ്. നീല് കണ്ണച്ചുറക്കുന്ന വേഗതയിൽ ഒറിജിനൽ ലെവലിലേക്ക് ബ്രേക്ക് ചെയ്തു. സാധാരണഗതിയിൽ ആ സമയത്ത് ട്രിബുലേഷൻ മേഘങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഒറിജിനൽ ലെവലിലേക്ക് നീല് കടന്നിരിക്കുന്നുവെന്ന് ആ ബ്ലഡ് ഡ്രാഗൺ മനസ്സിലായതും ബ്ലഡ് ഡ്രാഗൺ നീലിന്റെ അടുത്തുനിന്ന് പറന്ന് ആകാശത്ത് കയറി. ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ട്രിബുലേഷൻ ഉണ്ടാകും. അതറിയാം ബ്ലഡ് ഡ്രാഗൺ. ഈ കാഴ്ച വല്ലാത്തൊരു അത്ഭുതമാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടാക്കിയത്. അവൾക്കും ഈ കൾട്ടിവേഷന്റെ മെക്കാനിസത്തെ കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്. ഇത് അതിവേഗതയിൽ ഒരു ചെറുപ്പക്കാരൻ ബ്രേക്ക് ത്രൂകൾ നേടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒറിജിനൽ ലെവലിലേക്ക് കടന്ന നീല് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് തുരുതുര ബ്രേക്ക് ത്രൂ നടത്തുകയാണ്. ഒറിജിനൽ ലെവൽ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, അങ്ങനെ അതിവേഗം നീല് കടന്ന് ഒറിജിനൽ ലെവലിലെ 6th സ്റ്റേജിലെത്തി. ഈ സമയത്ത് അവിടെ സംസാര ഗ്രേവ് യാർഡിനകത്ത് ഷൂ ലിനേക്കർ കൗതുകത്തോടെ നീലിൽ അങ്ങനെ നോക്കി നിൽക്കുകയാണ്.
സിക്സ്ത് ലെവൽ എത്തിയതും നീല് ഷൂലിനേക്കറുടെ ശബ്ദം കേട്ടു. ഏയ് നീൽഗിരി, നമ്മൾ തമ്മിൽ മുഖാമുഖം കാണുന്നത് നീ ഒറിജിൻ കിങ് ലെവലിലേക്ക് കടക്കുമ്പോഴായിരിക്കും. നീല് സെയിന്റ് കിങ് ലെവലിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടത് നീല് ശക്തമായി തന്റെ ബോഡിക്കുള്ളിലെ ആ ഊർജത്തെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും വീണ്ടും ചാനലൈസ് തുടങ്ങി. ഡയൻ ആർക്കിൻ സൺ ടെക്നിക്ക് ഉപയോഗിക്കുന്നതനുസരിച്ച് നീലിന്റെ ബോഡിക്കുള്ളിൽ ബ്രേക്ക് ത്രൂ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ നീല് ഒറിജിനൽ ലെവലിന്റെ 9th സ്റ്റേജിലേക്ക് എത്തി. അവിടെ ബ്രേക്ക് ചെയ്താൽ നീലെത്തുന്നത് ഒറിജിൻ കിങ് ലെവലിലേക്കാണ്. ആ പെൺകുട്ടിക്ക് വല്ലാത്തൊരു കൗതുകം. സാധാരണഗതിയിൽ ഇത് അസംഭവ്യമാണ്. പക്ഷേ ആ അസംഭവ്യമായ കാര്യം തന്നെ അവിടെ സംഭവിക്കുകയാണ്. ഒറിജിനൽ ലെവലിലെ ആ പീക്ക് ലെവലിൽ നിന്ന് നീല് ഒറിജിൻ കിങ് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്തു. ഒറിജിൻ കിങ് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്ത നീല് കണ്ണു തുറക്കുമ്പോൾ ശരിക്കും നീലിനത് ഫീൽ ചെയ്യുന്നുണ്ട്. നീലിന്റെ ബോഡിക്ക് ചുറ്റുമായി അനവധി മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. നീലിന്റെ ബോഡി ശരിക്കും ശക്തമായിരിക്കുകയാണ്. പക്ഷെ അതിവേഗതയിൽ ഒരുപാട് മൈനർ ലെവലുകൾ കടന്നുപോയതുകൊണ്ട് ഫിസിക്കൽ ബോഡി വേണ്ടത്ര ഉറച്ചിട്ടില്ല എന്ന് മാത്രം. ഞെട്ടിത്തരിച്ചിരിക്കുന്നത് ആ പാമ്പാണ്. അപ്പോഴാണ് നീല് ആ പെൺകുട്ടിയെ കാണുന്നത്. ആ പെൺകുട്ടി ശരിക്കും വാളും ഊരി പിടിച്ചുകൊണ്ട് ആ പാമ്പിന്റെ അടുത്ത് നിൽക്കുകയാണ്. ആ പാമ്പ് ഏതെങ്കിലും ശൈലിയിൽ തന്നെ ആക്രമിക്കുകയാണെങ്കിൽ ആ പാമ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് ആ പെൺകുട്ടി. അത് കണ്ടത് നീല് അതിവേഗം ഗുഹയുടെ പുറത്തേക്കെത്തി. നീൽഗിരി ആ ഗുഹയുടെ മുകളിലേക്ക് പാഞ്ഞു കയറുകയാണ്. അതിന് ഒരു കാരണമുണ്ട്. നീല് ട്രിബുലേഷൻ മേഘങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നീല് 2 മേജർ ലെവലുകളാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സെയിന്റ് കിങ് ലെവലിൽ നിന്ന് ഒറിജിൻ ലെവലിലേക്കും ഒറിജിനൽ ലെവലിൽ നിന്ന് ഒറിജിൻ കിങ് ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. 2 ട്രിബുലേഷനും അടുപ്പിച്ചടുപ്പിച്ച് സംഭവിക്കാൻ പോവുകയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ നീല് തന്നെ ഇതുവരെ കാത്തു രക്ഷിച്ച ആ പെൺകുട്ടിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഗുഹയുടെ പുറത്തേക്ക് കടന്നത്. നീല് ഗുഹയുടെ മുകളിൽ അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ആകാശത്ത് ഇഷ്ടംപോലെ ട്രിബുലേഷൻ മേഘങ്ങൾ വന്നു കഴിഞ്ഞു. ആ ട്രിബുലേഷൻ മേഘങ്ങളുടെ ട്രിബുലേഷൻ ആരംഭിക്കുമ്പോൾ പല സ്ഥലത്തും കിടുങ്ങിയാണ്. അതിശക്തമായ മിന്നലുകൾ ഇടിയുടെ ശബ്ദത്തോടുകൂടി താഴേക്ക് ഇങ്ങനെ വീഴുകയാണ്. ടപ് 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 ശബ്ദത്തോടുകൂടി വൻതോതിൽ മിന്നലുകൾ പതിക്കുമ്പോൾ ആ എൻ്റയർ ബ്ലഡ് സ്പിരിറ്റ് മിസ്റ്റിക് വേൾഡിനകത്തും ആ മിന്നലുകൾ ദൃശ്യമായി. എല്ലാ ഭാഗത്തുമുള്ള കൾട്ടിവേറ്റേഴ്സും ആ കാഴ്ച കാണുകയാണ്. അന്തരീക്ഷത്തിൽ വളരെ മുകളിലായി നീൽഗിരി അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ആ നീൽഗിരിയുടെ പുറത്തേക്കാണ് ടൺ കണക്കിന് മിന്നലുകൾ വീഴുന്നത്. ആ മിന്നലുകൾക്ക് നീൽഗിരിക്കും ഇടയിലായി സാക്ഷാൽ ബ്ലഡ് ഡ്രാഗൺ ഉണ്ട്. ബ്ലഡ് ഡ്രാഗൺ ആ മിന്നലുകൾ പകുതിയും തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുകയാണ്. ബാക്കി പകുതി നീൽഗിരി ഏറ്റുവാങ്ങുകയാണ്. ഈ സമയത്ത് ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻഡിന്റെ ബാക്കിയുള്ള 5 ആളുകൾ അവരുടെ ആ സീക്രട്ട് മുറിയിൽ അവിടെയുള്ള സ്ക്രീനുകളിലൂടെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ദർശിക്കുകയാണ്. അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടംപോലും മിന്നല് അവരുടെ ആ മിസ്റ്റിക് വേൾഡിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണ്. സാധാരണഗതിയിലുള്ള മിന്നലുകളല്ല ഇത് ഏതൊരു യോദ്ധാവിന്റെ ബ്രേക്ക് ത്രൂ ആണ്. മിസ്റ്റിക് വേൾഡിനകത്തേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നു എന്നുള്ള കാര്യം ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ആളുകൾക്ക് അറിയാം. അതിൽ ആരോ ഒരാൾ തുരുതുര ബ്രേക്ക് ത്രൂ നേടിയിരിക്കുകയാണ്. ഇത്രയും ട്രിബുലേഷൻ മേഘങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതായി അവർക്ക് ഓർമ്മ പോലുമില്ല. അത്രയേറെ മേഘങ്ങൾ, അത്രയേറെ മിന്നലുകൾ, അതാണ് അവിടെ സംഭവിക്കുന്നത്. ആരാ ഇങ്ങനെ ബ്രേക്ക് ത്രൂ നേടുന്നത്? ആ ചോദ്യം അവർ പരസ്പരം ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ ഒരു ഉത്തരവുണ്ട്. ആ കറുത്ത സിംഹത്തിന്റെ പുറത്ത് അവർ കണ്ട ആ ചെറുപ്പക്കാരൻ, അതാണ് അവരുടെ മനസ്സിലുള്ള ആള്. അവന്റെ മുഖം അവർക്ക് വ്യക്തമായി ഓർമ്മയില്ല. പക്ഷേ ആ കറുത്ത സിംഹവും ആ ചെറുപ്പക്കാരനും അവർക്ക് കണ്ണിന്നും മായുന്നില്ല. ആ കറുത്ത സിംഹത്തെ ഒറ്റ അറ്റാക്കിലൂടെ അവർ കൊലപ്പെടുത്തിയെങ്കിലും ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അവനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഒരു അതിശക്തിയായ യുവതിയാണ്. അവളെ പരിക്കേൽപ്പിക്കാൻ ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ആളുകൾക്ക് പറ്റിയെങ്കിലും പിന്നീട് അവളെയും കിട്ടിയിട്ടില്ല. അവളെയും ആ ചെറുപ്പക്കാരനെയും കഴിഞ്ഞ സമയത്തൊക്കെ അവര് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ദിവസങ്ങൾ കുറേയായി ആ ചെറുപ്പക്കാരനെയും ആ ചെറുപ്പക്കാരിയെ അന്വേഷിച്ച് അവർ ഇറങ്ങിയിട്ട് ഒരു വിവരവുമില്ല. അപ്പോൾ അവർ കാണുകയാണ് അമ്പരപ്പിക്കുന്ന ഒരു ട്രിബുലേഷൻ. ആ ചെറുപ്പക്കാരിയുടെ കാര്യം മാറ്റി വെച്ചിട്ട് അവർ പൂർണ്ണമായി ആ ട്രിബുലേഷൻ നേടുന്ന യുവാവ് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ആലോചനയിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ മറ്റൊരു സ്ഥലത്ത് സിക്ന ഈ കാഴ്ച കാണുകയാണ്. അന്തരീക്ഷത്തിൽ ഒരു പുക പോലെ അവൾക്കൊരു രൂപം കാണാം. ആ രൂപത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവൾക്കൊരു സംശയം, അത് നീൽഗിരി അല്ലേ? പക്ഷെ നീൽ എങ്ങനെ ഈ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടക്കും? മിസ്റ്റിക് വേൾഡിനകത്തേക്ക് നീലിനെ കടക്കാൻ ആ ഹാങ് കുടുംബക്കാർ സമ്മതിക്കില്ലല്ലോ. അവൾക്കും ഇപ്പോ ആ വാർത്തകൾ അറിയാം. പക്ഷേ ആ വാർത്തയിൽ ജീലിൻ പെടുമെന്നുള്ള കാര്യം മാത്രം അവൾ അറിഞ്ഞിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ട്. നീൽഗിരി എന്ന ആ ആളിനെ പിടിച്ചു കൊടുക്കാനായി സ്കൈമെസ്റ്റ് സെക്ഷനോടും ഹാങ് കുടുംബക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് സിക്ന വിവരം അറിയുന്നത്. പക്ഷേ ആ ആകാശത്ത് കാണുന്ന ആ രൂപത്തിന് നീലിനോട് വല്ലാത്തൊരു സാമ്യമുണ്ട്.
നീല് ഇനി അകത്ത് കടന്നു കാണും. അതിനൊരു സാധ്യതയില്ല. ഞാൻ എത്രയും പെട്ടെന്ന് ശക്തി വർദ്ധിപ്പിക്കണം, എങ്കിൽ മാത്രമേ നീലിനെ സംരക്ഷിക്കാൻ പറ്റൂ. ജി സീക്രയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആലോചനയാണുള്ളത്. അവളുടെ ഉള്ളിൽ എപ്പോഴോ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. താൻ നീലിനെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ്. എപ്പോഴാണ് അങ്ങനെ ഒരു തോന്നൽ അവളുടെ മനസ്സിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു തോന്നൽ അവളുടെ ഉള്ളിലുണ്ട്. ആ തോന്നൽ ഇങ്ങനെ ഉറച്ചുറച്ച് വരികയാണ്. താൻ ഏതോ ശൈലിയിൽ നീൽഗ്രിയുമായി കണക്റ്റഡ് ആണ്. നീലിനെ കണ്ടുമുട്ടിയ അന്ന് മുതലേ അവൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അവളുടെ ആ സ്കൈ മിസ്റ്റ് സെക്ഷനിലെ എൽഡേഴ്സും മറ്റു ആളുകളും ഒക്കെ നീലിനെ അവൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനെ പല സമയത്തും വഴക്കിലൂടെയും കളിയാക്കലിലൂടെയും അവളോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴൊന്നും അവളത് മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. അവൾക്ക് ഒരു തോന്നൽ താൻ നീലുമായി കണക്റ്റഡ് ആണ്. ആ കണക്ഷൻ എങ്ങനെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ജി സീക്രയ്ക്ക് ഇല്ല. ഇപ്പൊ അവൾക്ക് പെട്ടെന്ന് തോന്നുന്നതും അതാണ്. കൂടുതൽ ശക്തി താൻ നേടേണ്ടിയിരിക്കുന്നു. അവൾ അങ്ങനെ കരുതുമ്പോൾ അവിടെ ട്രിബുലേഷൻ അതിവേഗതയിൽ നടക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ നീണ്ടുന്ന ആ ട്രിബുലേഷൻ അവസാനിക്കുമ്പോൾ നീൽഗ്രി ശരിക്കും ശക്തി നേടിക്കഴിഞ്ഞു. ഒറിജിൻ കിങ് ലെവലിലെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് നീൽ എത്തിയിരിക്കുകയാണ്. നീല് ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് എത്തി. ഇതിനു മുമ്പ് തന്നെ നീല് ആകാശത്തുണ്ടായിരുന്ന ബ്ലഡ് ഡ്രാഗനെ തിരിച്ച് വിളിക്കുകയും ചെയ്തിരുന്നു. ബ്ലഡ് ഡ്രാഗൻ നീലിന്റെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തു. ബ്ലഡ് ഡ്രാഗൻ ഇപ്പോൾ ഒരുപാട് വളർന്നിരിക്കുകയാണ്. ശരിക്കും കൂടുതൽ ശക്തി ആ ബ്ലഡ് ഡ്രാഗന് കിട്ടിക്കഴിഞ്ഞെന്ന് നീൽ അറിയാം. നീല് ആ പെൺകുട്ടിയുടെ മുന്നിൽ വന്ന് അവളോട് പറഞ്ഞു, താങ്ക് യു. ഹേയ് യങ് ലേഡി, നിങ്ങളുടെ പേരെന്താണ്? നീല് ഇത്രയും നേരം നീലിനെ സംരക്ഷിച്ച ആ പെൺകുട്ടിയുടെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത് കേട്ടതും ആ പെൺകുട്ടി പറഞ്ഞു, ശരിക്കും എനിക്ക് അങ്ങനെ ഒരു പേരൊന്നുമില്ല, പക്ഷെ മാസ്റ്റർ എന്നെ വിളിക്കുക യു എന്നാണ്. നീല ആദ്യമായിട്ടാണ് അങ്ങനെ ഒരക്ഷരമുള്ള ഒരു പേര് കേൾക്കുന്നത്. യു, കൊള്ളാലോ പേര്, മിസ് യു. എന്തായാലും ഇതൊരു പുതുമയുള്ള പേരാണ്. മിസ് യു എന്ന് നീല് വിളിച്ചപ്പോ നേരത്തെ നീൽഗ്രിയെ വിളിച്ച അവൾക്ക് ഒരു കൺഫ്യൂഷൻ. ഇനി അവള് നീലിനെ നീൽഗ്രി എന്ന് വിളിക്കണോ അതോ മിസ് ഗ്രി എന്ന് വിളിക്കണോ? അവളുടെ മനസ്സിലെ ആ കൺഫ്യൂഷൻ അവളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. നീല് പക്ഷെ അതൊന്നും നോക്കാതെ അവളോട് പറഞ്ഞു, താങ്ക് യു മിസ് യു. എനിക്ക് ഒരു ഉപകാരം കൂടി നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റൂ. എന്താ മിസ്റ്റർ ഗ്രി ഞാൻ ചെയ്തു തരേണ്ടത്? മിസ് യു, എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് അറിയേണ്ടത്. അതിന് മറുപടിയായി മിസ് യു പറഞ്ഞു, മിസ്റ്റർ ഗ്രി, അയ്യോ ഇപ്പൊ പോകരുത്. അങ്ങ് ദയവായി എന്നോടൊപ്പം എൻ്റെ മാസ്റ്ററെ കാണാൻ വരണം. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അല്ലല്ല മിസ്റ്റർ ഗ്രി, ദയവായി എന്നോടൊപ്പം വരണം. എൻ്റെ മാസ്റ്റർക്ക് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹം ഉണ്ടാവും. ഹേയ്, അതൊന്നും പറ്റത്തില്ല. നീൽ അങ്ങനെ പറഞ്ഞതും അവളുടെ സ്റ്റോറേജ് റിങ്ങിനകത്തുനിന്ന് ഒരു പഴം പുറത്തേക്ക് എടുത്തു. മിസ്റ്റർ ഗ്രി, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ പഴത്തിലേക്ക് നോക്കി നീല് പറഞ്ഞു, ഹേയ് എനിക്കിതൊന്നും വേണ്ട. നീൽ അത്രയും പറഞ്ഞതും ലിറ്റിൽ ഗോൾഡിന്റെ ശബ്ദം നീല് കേട്ടു. ഏയ് മാസ്റ്റർ, എന്താ ഇത്? അത് വാങ്ങിക്കേ. ഏയ് ലിറ്റിൽ ഗോൾഡ്, എനിക്കത് വേണ്ട. ഏയ് മാസ്റ്റർ, നീക്കല്ല, എനിക്ക് വേണം. ഏയ് ലിറ്റിൽ ഗോൾഡ്, നിനക്കെന്തിനാ പഴം? എനിക്ക് തിന്നാം, അത് വാങ്ങിക്കേ. ഏയ് അതൊന്നും പറ്റത്തില്ല. ആവശ്യമില്ലാതെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീൽ അങ്ങനെ തീർത്ത് പറഞ്ഞതും ലിറ്റിൽ ഗോൾഡ് നീലിനോട് പറഞ്ഞു, ഏയ് മാസ്റ്റർ, അതൊന്നും പറയാതെ അത് വാങ്ങിക്കേ. ആ പഴത്തിന്റെ വില എന്താണെന്ന് അറിയോ? ആ പഴം അപൂർവങ്ങളിൽ അപൂർവമാണ്. ഈ കുള്ളനിൽ വേറെ ഒരു സ്ഥലത്ത് ഇത് കാണത്തില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു പഴം ഉണ്ടാകാത്തതിന് എത്രയെങ്കിലും വർഷങ്ങൾ എടുത്തു കാണുമെന്നാണ്. അങ്ങനെ ഈ പഴം എല്ലാ മരത്തിലും ഉണ്ടാകത്തുമില്ല. ലിറ്റിൽ ഗോൾഡ് ആ പഴം വാങ്ങാൻ നീലിനെ നിർബന്ധിച്ചു തുടങ്ങിയതും നീല് ലിറ്റിൽ ഗോൾഡിനോട് ചോദിച്ചു, ശരിക്കും ഈ പഴം കൊണ്ട് എന്താണ് മെച്ചം? മാസ്റ്റർ, അത് നല്ല പഴമാണ്. ഓക്കെ ലിറ്റിൽ ഗോൾഡ്, എനിക്ക് ആ പഴം വേണ്ട. മാസ്റ്റർക്ക് വേണ്ടിയല്ല പഴം വാങ്ങാൻ പറഞ്ഞത്, എനിക്ക് ആ പഴം വേണം. ലിറ്റിൽ ഗോൾഡിന് ആ പഴം വേണമെന്നോ? എന്തിനാ ആ പഴം? അത് പഴം കഴിച്ചാൽ എനിക്ക് ഒരുപാട് മെച്ചം ഉണ്ടാവും. എന്ത് മെച്ചം? നീല് തീർത്ത് ചോദിച്ചതും അവസാനം ലിറ്റിൽ ഗോൾഡ് കാര്യം പറഞ്ഞു. മാസ്റ്റർ, അത് ശരിക്കും സോൾ റിഫൈനിങ് പഴമാണ്. നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സോളിനെയും നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. സോൾ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ തടുക്കാൻ ശരിക്കും ശക്തമായ സോള് നല്ലതാണ്. അത് കേട്ടതും നീല് പറഞ്ഞു, അതെന്തായാലും നന്നായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ വാങ്ങിച്ച് കഴിക്കാം. എൻ്റെ സോളും കുറച്ച് ശക്തിപ്പെടട്ടെ. മാസ്റ്റർ എന്തായി പറയുന്നത്? മാസ്റ്ററിന്റെ സോള് റിപ്പയർ ചെയ്യാനോ നന്നാക്കാനോ ഒക്കെ വേറെ ഒരുപാട് പഴങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ മാസ്റ്റർ ഒരു ആൽക്കമിസ്റ്റ് അല്ലേ? അതിനെ പറ്റിയ മരുന്നുണ്ടാക്കാനാണോ പാട്? ഇതേ എനിക്ക് വേണം. എനിക്ക് ഈ പഴം കിട്ടിയാൽ ഒരുപാട് ഗുണമുണ്ട്. ലിറ്റിൽ ഗോൾഡ്, ശരിക്കും എന്താണ് ഗുണം അത് പറ. മാസ്റ്റർ, ഇത് ട്രാൻസ്ഫോർമേഷന് എന്നെ സഹായിക്കും. ട്രാൻസ്ഫോർമേഷനോ? അതെ, മാസ്റ്റർക്ക് അറിയാമല്ലോ ഞാൻ അനവധി തവണ ഇവോൾവ് ചെയ്യേണ്ടി വരുമെന്നും ആ ഇവല്യൂഷന്, ആ പരിണാമത്തിന്
എന്നെ ഈ പഴം സഹായിക്കും. നീലിനെ അറിയാം ഈ ഡീമനുകളുടെ ഒരു രീതി. ഒരുപാട് വന്യമൃഗങ്ങൾ ധാരാളം സ്പിരിച്വൽ എനർജി ഉള്ള സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവരുടെ കൾട്ടിവേഷൻ ലെവല് ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കും. അവരുടെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടികളിലൂടെ ആക്ച്വലി നടക്കുന്ന കൾട്ടിവേഷനാണ്. വേട്ടയാടിയും മറ്റുമൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെ സിംഹത്തിന്റെ ആയാലും പുലിയുടെ ആയാലും കുറുക്കന്റെ ആയാലും കൾട്ടിവേഷൻ ലെവല് വളരും. അവർ പവർ നേടും. ആ പവർ ഒരു നിശ്ചിത ലെവല് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റൂ. ട്രാൻസ്ഫോം ചെയ്യാന്ന് വെച്ചാൽ മനുഷ്യ മാറുക എന്നുള്ളതാണ്. ഒരുപാട് പാടുപെട്ടാലേ ഒരു മൃഗത്തിന് മനുഷ്യ രൂപത്തിലേക്ക് മാറാൻ പറ്റും. ആ ട്രാൻസ്ഫോർമേഷൻ ആക്ടിവിറ്റിയെ സഹായിക്കുന്ന ഒരു പഴമാണ് ഇപ്പോൾ ആ പെൺകുട്ടി നീലിന് വെച്ച് നീട്ടുന്നത്. ലിറ്റിൽ ഗോൾഡിന് ആ പഴം കിട്ടിയാൽ ലിറ്റിൽ ഗോൾഡ് ട്രാൻസ്ഫോം ചെയ്യുക, മറിച്ച് ഇവോൾവ് ചെയ്യുകയാണ്. ലിറ്റിൽ ഗോൾഡ് 7 തവണ ഇവോൾവ് ചെയ്യുമെന്ന് നേരത്തെ നീലിനോട് ആ മാസ്റ്റേഴ്സിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലിറ്റിൽ ഗോൾഡിന്റെ എവല്യൂഷൻ സഹായിക്കുന്ന ആ പഴം വാങ്ങാം എന്ന തീരുമാനത്തിലേക്ക് നീല് കടന്നു. നീല് പെട്ടെന്ന് തന്നെ ആ പഴം ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അത് വാങ്ങി നീല് ആ സംസാര ഗ്രവിയാടിനകത്തേക്ക് അതങ്ങ് വെക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് വലിയ സന്തോഷം. മിസ്റ്റർ ഗ്രീ, താങ്ക് യു, ദയവായി എന്നോടൊപ്പം ഒന്ന് വരാമോ? അതിന് മറുപടിയായി നീല അവളോട് പറഞ്ഞു, നോക്ക് മിസ് യു, ഇപ്പോ നിന്നോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായി എന്നോട് ചോദിക്കണം. നീ ആവശ്യപ്പെടുന്ന ആദ്യത്തെ 3 കാര്യങ്ങളും ഞാൻ സാധിച്ചു തരും. അതിന് മറുപടിയായി മിസ് യു പറഞ്ഞു, മിസ് ഗ്രീ, അതൊന്നും വേണ്ട, അങ്ങ് എന്നോടൊപ്പം ഒന്ന് വന്ന് മാസ്റ്ററെ കണ്ടാൽ മാത്രം മതി. ആ പെൺകുട്ടിയുടെ വളരെ നിഷ്കളങ്കമായ ആ ആവശ്യം കേട്ടപ്പോൾ നീലിന് പിന്നെ മറുത്തൊന്നും പറയാൻ പറ്റില്ല. നീല് ആ പെൺകുട്ടിക്കൊപ്പം അവിടെ നിന്ന് മുന്നോട്ട് നടക്കുകയാണ്. അവർ കുറെ ദൂരം നടന്നു കാണും. അങ്ങനെ നടന്ന് ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ നീല് അറിയാതെ നിന്നു പോവുകയാണ്. അവിടെ നിൽക്കുന്ന ആ മരങ്ങൾ നീലിനെ ആകർഷിച്ചു എന്ന് വ്യക്തം. ആ മരങ്ങളുടെ ഒരു നിൽപ്പാണ് നീലിനെ ആകർഷിച്ചിരിക്കുന്നത്. നീല് അറിയാതെ പറഞ്ഞുപോയി, നാച്ചുറൽ ഫോർമേഷൻ. ശരിക്കും ഈ ഫോർമേഷൻ ഉണ്ടാക്കുന്ന ആളുകൾ വളരെ പാടുപെട്ട ഒരു ഫോർമേഷൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ പ്രകൃതി തന്നെ ഒരു ഫോർമേഷൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രകൃതിയെ ഫോർമേഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ചില പ്രത്യേക പോയിന്റുകളിൽ മരങ്ങൾ നട്ടു വളർത്തി ആ മരങ്ങളെ ഒരു ഫോർമേഷൻ രൂപത്തിലേക്ക് ആക്കിയിരിക്കുകയാണ്. നീല ഫോർമേഷൻ എന്ന വാക്ക് പറഞ്ഞത് കേട്ടതും ആ പെൺകുട്ടിയുടെ മുഖത്ത് വല്ലാത്തൊരു അതിശയം. മിസ്റ്റർ ഗ്രീ, താങ്കൾ ശരിക്കും ഒരു ജീനിയസാണ്. ഇവിടെ ഒരു ഫോർമേഷൻ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. അങ്ങനെ പറഞ്ഞ ആ പെൺകുട്ടി അവളുടെ കൈ വായുവിലേക്ക് കൊണ്ടുവന്നിട്ട് വായുവിൽ ചില ആക്ഷൻസ് ഒക്കെ കാണിക്കുകയാണ്. അവൾ വായുവിൽ എന്തോ ഇങ്ങനെ എഴുതി വരച്ച് മായ്ക്കുന്ന പോലെയൊക്കെ കാണിച്ചപ്പോൾ അവിടെ പതുക്കെ ചില സംഭവങ്ങൾ ഉണ്ടായി വന്നു. അവള് ആ സംഭവങ്ങളിൽ ഒന്ന് തൊട്ട് തലോടുമ്പോൾ നീലിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു വാതില് പ്രത്യക്ഷപ്പെട്ടു. അവിടെ ആ ശൂന്യതയിൽ മരങ്ങൾക്കിടയിൽ അങ്ങനൊരു വാതിൽ ഒരാളും പ്രതീക്ഷിക്കില്ല. ആ വാതിലിലേക്ക് നീല് അങ്ങനെ തറച്ച് നോക്കി നിൽക്കുന്ന കണ്ടതും ആ പെൺകുട്ടി നീലിന്റെ കൈരങ്ങ് പിടിച്ചു. മിസ്റ്റർ ഗ്രീ, ബാ, എന്നോടൊപ്പം ബാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവള് ആ കൈ പിടിച്ച് ആ വാതിലിനകത്തേക്ക് കടന്നു. അവർ രണ്ടുപേരും വാതിലിനകത്തേക്ക് കടന്നതും ഒരു വിശാലമായ ലോകത്തേക്ക് നീൽ എത്തുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആ പുറയിൽ വാതിലൊന്നുമില്ല. അവർ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്താണ്. അമ്പരപ്പിക്കുന്ന ഒരു ലോകം. അതിമനോഹരങ്ങളായ അരുവികളും മലകളുമുള്ള ഒരു ലോകത്താണ് നീൽ എത്തിയിരിക്കുന്നത്. ധാരാളം മെഡിസിനൽ ഹെർബ്സിന്റെ വൻ ശേഖരങ്ങളുള്ള തോട്ടങ്ങൾ അവിടെ ഇഷ്ടംപോലെ കാണാം. ഒരുപാട് ബിൽഡിങ്ങുകളും കാണുന്നുണ്ട്. ഈ കുല്ലൻ മലയിലെ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിന്റെ ആ സീക്രട്ട് വേൾഡിനകത്ത് വേറെ ഒരു സീക്രട്ട് വേൾഡ് അസംഭവ്യം. പക്ഷേ നീലിത കാണുകയാണ്. ഒരു സീക്രട്ട് വേൾഡിനകത്ത് വേറൊരു സീക്രട്ട് വേൾഡ് എന്നുള്ളത് സാധാരണഗതിയിൽ ആരും ആലോചിക്കാത്ത കാര്യമാണ്. പക്ഷെ അതാണ് നീൽ അവിടെ കാണുന്നത്. നീലും മിസ് യുവും കൂടി അങ്ങനെ നടക്കുമ്പോൾ നീല ആ ചുറ്റുപാടൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. അവർ രണ്ടും കൂടി നടന്നു പോകുമ്പോൾ നീല് അവിടെ അനവധി ആളുകളെ കാണുന്നുണ്ട്. ആ ആളുകളൊക്കെ നീലിനെ കൗതുകപൂർവ്വം നോക്കുകയാണ്. നീലിന് ആ ആളുകളുടെ നോട്ടം ലേശൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. നീലിനെ നോക്കുന്ന ആളുകളെല്ലാം സ്ത്രീകളാണ്. ഏകദേശം ഒരു 50-ലധികം സ്ത്രീകളെങ്കിലും ആ ഗേറ്റിനടുത്തുനിന്ന് ഇപ്പോ അവർ നടന്നെത്തിയിരിക്കുന്ന സ്ഥലം വരെ എത്തിയപ്പോൾ നീല് കണ്ടു കാണും. സുന്ദരികളാണ് അവർ പലരും. എല്ലാ ആളുകളുടെയും ഇടുപ്പിൽ വാളുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ആയുധധാരികളായ ആ സ്ത്രീകളെ കണ്ടപ്പോൾ നീൽ ശരിക്കും ഒരു അതിശയം. നീലിന്റെ ആ അമ്പരപ്പ് കണ്ടതും മിസ് യു നീലിനോട് പറഞ്ഞു, മിസ് ഗ്രീ, ഇവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ആ കോമ്പൗണ്ടിനകത്ത് പുരുഷനായി ഇപ്പോൾ ഒരേ ഒരാളെ ഉള്ളൂ, അത്
നീൽ ഗ്രിയാണ്. നീൽ ആ യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കുന്നത്. നീൽ അമ്പരപ്പോടെ മിസ് യു നോക്കുമ്പോൾ യു നീലിനോട് പറഞ്ഞു, മിസ് ഗ്രി, ഞങ്ങളുടെ സെക്ഷൻ മാസ്റ്ററും സീനിയേഴ്സും ഒക്കെ വർഷത്തിലൊരിക്കൽ ഈ സീക്രട്ട് വേൾഡിൽ നിന്ന് പുറത്തേക്ക് പോകും. മടങ്ങി വരുമ്പോൾ പുതിയ ആളുകളുണ്ടാവും. ശരിക്കും പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാനാണ് മാസ്റ്റർ പുറത്തേക്ക് പോകുന്നത്. ആരുമില്ലാത്ത ആളുകളെയാണ് ഇവിടേക്ക് കൊണ്ടുവരിക. അങ്ങനെ പറഞ്ഞുകൊണ്ട് നീലിനെ കൈയും പിടിച്ച് മിസ് യു അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അവൾ നടക്കുമ്പോൾ പലരും നീലിനെയും ആ മിസ് യുവിനെയും നോക്കുന്നുണ്ട്. അവരുടെ നോട്ടം വന്ന് പതിയുന്ന ഒരു സ്ഥലം മിസ് യുവും നീലും കൈകോർത്ത് പിടിച്ചിരിക്കുന്ന സ്ഥലത്താണ്. ഒരു പുരുഷന്റെ കൈയും പിടിച്ചുകൊണ്ട് ആ മിസ് യു അങ്ങനെ നടക്കുന്നത് ആ സ്ത്രീകളിൽ വല്ലാത്തൊരു കൗതുകം ഉണ്ടാക്കിയിരിക്കുകയാണ്. അവരങ്ങനെ നടക്കുമ്പോഴാണ് വലതു ഭാഗത്തുനിന്ന് കുറെ ആളുകൾ ആയുധധാരികളായി അവർക്കരികിലേക്ക് നടന്നു വരുന്നത് മിസ് യു കാണുന്നത്. അത് കണ്ടതും അവളുടെ മുഖത്തൊരു പരിഭ്രമം ഉണ്ടായി. അവള് നീലിനോട് പറഞ്ഞു, മിസ് ഗ്രി, നമുക്ക് അതിവേഗം പോകണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവള് ഇടതുവശത്തേക്ക് തിരിഞ്ഞതും ഒരു ശബ്ദം അവളെ തേടിയെത്തി. ഏയ് യു, അവിടെ നിൽക്ക്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ദ യങ് മാസ്റ്റർ എന്ന കഥ നിങ്ങളോട് പറഞ്ഞത് ദ സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.